हरे कृष्णा। हरे कृष्ण माताजी, प्रणाम। हरे कृष्णा। प्रणाम माताजी। हरे प्रणाम माताजी। प्रणाम माताजी। हरे कृष्ण എല്ലാവർക്കും കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. हरे कृष्णा। हरे कृष्णा। प्रणाम माताजी। हरे कृष्ण। हरे ओम कृष्णा। नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सोपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरोन् वैष्णवां च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी श्रीराधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरूपश्च कृपा सिन्धोऽप्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധ്യായം 2 ഗീതാ വിഷയം അല്ലെ. അപ്പൊ ഇന്ന് അധ്യായം 2. അധ്യായം 1 നമ്മൾ പഠിച്ചു. ഇനി അധ്യായം 2ലേക്ക് കടക്കാണ് നമ്മള്. അധ്യായം 1 നല്ല എളുപ്പത്തിലുള്ള ഒരു അധ്യായമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണാണ്. 2ഉം അങ്ങനെ തന്നെ. പക്ഷെ എന്നാലും കുറച്ചും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇനി ഭഗവാൻ ജ്ഞാനം നൽകി കൊടുക്കാൻ പോകാണ് അല്ലെ. അപ്പൊ അത്തിരി കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകാം. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് എന്താണ്? ഗീതാ വിഷയ സംഗ്രഹം എന്നാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര്. അത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്താണ് ഭഗവത്ഗീതയുടെ ഫുള്ള് സംഗ്രഹം ഏതിലുണ്ട്? ഈ അധ്യായത്തിലുണ്ട്. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് ഗീതാ വിഷയ സംഗ്രഹം. അതായത് നമ്മൾ പറഞ്ഞു ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. ആ അധ്യായത്തിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. അപ്പൊ ഈ എല്ലാ യോഗങ്ങളും ഒരുമിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തിന് ഗീതാവിഷയ സംഗ്രഹം എന്ന് പറയാനായിട്ട് കാരണം ഇതില് ഭഗവാൻ അർജുനന് ജ്ഞാനയോഗം നൽകുന്നുണ്ട്, കർമ്മയോഗം പറയുന്നുണ്ട്, ഭക്തിയോഗം കൊടുക്കുന്നുണ്ട്. 3 യോഗവും ഈ അധ്യായത്തിൽ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് നമുക്ക് ഗീതാ വിഷയ സംഗ്രഹം എന്ന് പറയാം. ജ്ഞാനയോഗത്തിലൂടെ ഭഗവാൻ അർജുനന് ശരീരത്തിനെയും ആത്മാവിനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കർമ്മയോഗത്തിലൂടെ എല്ലാ പ്രവർത്തികളും ഭഗവാന് കണക്ട് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഭക്തിയോഗത്തിലൂടെ ചെയ്യുന്നത് കൃഷ്ണാവബോധത്തോടെ ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അധ്യായത്തിലോട്ട് കടക്കാം. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? അർജുനൻ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാതെ വില്ലും ശരങ്ങളൊക്കെ താഴെ വെച്ച് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നില്ല. തേരിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായം അവസാനിച്ചത്. ഓർമ്മയില്ല എല്ലാവർക്കും? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിച്ചു. അപ്പൊ രണ്ടാമത്തേതില് തുടങ്ങുന്നതിന് മുന്നേ ഇന്നലെ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു?
യുദ്ധം ചെയ്യാതിരിക്കാൻ അർജുനൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മളോട് ഫസ്റ്റ് പറഞ്ഞ അർജുനന്റെ മൃദുല ഹൃദയത്വമായിരുന്നു അല്ലെ? അതെ അതെ. രണ്ടാമത്തത് ഏതായിരുന്നു? ഭൗതിക സുഖാനുഭവങ്ങൾ. മൂന്നാമത്തത് പാപം. പാപം, നാല് കുടുംബ പാരമ്പര്യം. പിന്നെ അതിന് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അർജുനൻ. അപ്പോ ഈ കാര്യങ്ങൾ അർജുനൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഭഗവാൻ എക്സ്പ്ലനേഷൻ കൊടുക്കാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിലൂടെ. അതാണ് ഇവിടെ കർമ്മയോഗവും ജ്ഞാനയോഗവും ഭക്തിയോഗവും ഒക്കെ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ കാര്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ. അപ്പൊ നമുക്ക് അധ്യായത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ രണ്ടാമത്തെ അധ്യായത്തിൽ ഫസ്റ്റ് ഭഗവാൻ എന്താ ചെയ്യുന്നത്? അർജുനന് ഈ ആത്മാവിനെ കുറിച്ചും ശരീരത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു ബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യണത്? ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തി ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഭഗവാൻ. നമ്മളെയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാനാണ് ഈ അധ്യായത്തിലൂടെ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആത്മസാക്ഷാത്കാരം നമുക്ക് എങ്ങനെ 3 തരത്തില് ആത്മസാക്ഷാത്കാരം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആത്മസാക്ഷാത്കാരം 3 വിധത്തിൽ നമുക്ക് പ്രാപിക്കാം. ഒന്ന് ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ. അപ്പൊ ആത്മസാക്ഷാത്കാരം നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? 3 തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്? ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു അധ്യായത്തിൽ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാണ്ട് അർജുനൻ ഇരിക്കുമ്പോ ഭഗവാൻ ചോദിക്കുന്ന ഒരു ശ്ലോകം ഉണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം ഭഗവാൻ പറയുന്ന ഫസ്റ്റ് ശ്ലോകാണത്. ശ്രീ ഭഗവാനുവാച കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. അതാണ് ഫസ്റ്റ് ശ്ലോകം വരുന്നത് ഭഗവാൻ പറയുന്ന ഇതില്. ആ ഫസ്റ്റ് ശ്ലോകം തുടങ്ങേണ്ടത് അങ്ങനെയാണ് ഭഗവാന്റെ കേട്ടോ. അപ്പൊ അത് ഇതിൽ പറയാത്തോണ്ട് അത് പറഞ്ഞതാണ്. അപ്പൊ അർജുനനോട് ഭഗവാൻ ചോദിക്കുകയാണ്, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യമൊക്കെ വന്നു പെട്ടതെന്നാണ് അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നത്. ആർക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് തൊട്ടും യോജിച്ചൊരു കാര്യമല്ല. അപ്പൊ അർജുനനെ ഇങ്ങനെ ശാസിച്ചുകൊണ്ടാണ് ഭഗവാൻ എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ 3 തരത്തിൽ നമുക്ക് ആത്മസാക്ഷാത്കാരം നടത്താൻ സാധിക്കും. ഒന്ന് ബ്രഹ്മത്തിലൂടെ, പരമാത്മാവിലൂടെ, ഭഗവാനിലൂടെ. അപ്പൊ ഫസ്റ്റ് എന്താണ് ബ്രഹ്മം എന്താന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു വെളിച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു പ്രകാശമാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് അവിടെ. അപ്പൊ അത് തന്നെയാണ് പറയണത്. അപ്പൊ ഈ ആധ്യാത്മിക ലോകത്തിലെ പ്രകാശം, ആ പ്രകാശത്തിനെ ലയിക്കുക. ഭഗവാന്റെ ശരീരത്തിന്റെ ആ ഒരു തേജസ് അല്ലെങ്കിൽ ആ ഒരു പ്രകാശം, ആ പ്രകാശത്തിന് അല്ലെങ്കിൽ ജ്യോതിസ് എന്നൊക്കെ പറയാം, വൈകുണ്ഠ ലോകങ്ങളിലുള്ള ഒരു പ്രകാശം, അതായത് ഭഗവാന്റെ ചുറ്റുമുണ്ടാകുന്ന ഒരു പ്രകാശം. ആ പ്രകാശത്തിലേക്ക് ലയിക്കുന്നതിനാണ് നമുക്ക് എന്ത് പറയുന്നത്? ബ്രഹ്മൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് ഭഗവാനിലേക്കല്ല ലയിക്കുന്നത്, ഭഗവാന്റെ ആ പ്രകാശത്തിലോട്ടായിരിക്കും ആര് ലയിച്ചു പോകുന്നത്? ബ്രഹ്മൻ എന്ന് പറയുമ്പോ അതായത് 3 തരത്തിൽ നമ്മൾ സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിനെ സാക്ഷാത്കരിക്കുക. ആത്മാവിന്റെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് ആത്മാവ് ഭഗവാന്റെ അംശം തന്നെയാണ്. തിരിച്ച് ഭഗവാനിലേക്ക് എത്തുമ്പോഴാണ് അതിന് എന്ത് കിട്ടുന്നത്? സാക്ഷാത്കാരം കിട്ടുന്നത്. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അതേപോലെ തന്നെ ആത്മാവിന് സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? അത് ഭഗവാനിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് അതിന് സാക്ഷാത്കാരം ഉണ്ടാവുന്നത്. അപ്പൊ അത് 3 തരത്തിൽ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. അത് നമ്മളുടെ ഓരോരുത്തരുടെ യോഗ്യതകൾ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അതനുസരിച്ച്. അപ്പൊ 3 തരത്തില്, ഒന്ന് ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് ആധ്യാത്മിക ലോകത്തിലെ പ്രകാശം അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരത്തിലായ ഒരു പ്രകാശം, ആ പ്രകാശത്തിലേക്ക് ലയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ അവര് വേറെ ലോകത്തിലേക്ക് ഒന്നും പോകുന്നില്ല, എവിടേക്കും പോകില്ല. എവിടേക്കാ പോണത്? ഭഗവാന്റെ ആ പ്രകാശത്തിലാണ് ലയിക്കുന്നത്, ഭഗവാന്റെ ആ ജ്യോതിസിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാനൊരു രൂപമില്ല എന്നാണ് ആരുടെ വിശ്വാസം വരുന്നത്? ഈ ബ്രഹ്മത്തിൽ ലയിക്കുന്നവരുടെ വിശ്വാസം. അവരെന്തിലേ ലയിക്കുന്നുള്ളൂ? പ്രകാശത്തിലേ ലയിക്കുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഭഗവാനൊരു രൂപമുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നില്ല. അപ്പോ ഈ പറഞ്ഞ പ്രകാശത്തില് ലയിച്ചു പോകുക, അതാണ് ബ്രഹ്മത്തില് ലയിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തത് വന്നിട്ട് പരമാത്മാവില് സാക്ഷാത്കാരം ചെയ്യുന്നത്. അപ്പൊ പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ആരുണ്ട്? പരമാത്മാ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിൽ ആത്മാവുണ്ട്, അതേപോലെ തന്നെ എന്താണ്? പരമാത്മാവുണ്ട്. അപ്പൊ പരമാത്മാ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ
ആ ഭഗവാൻ, അതായത് ശംഖ് ചക്ര ഗദാ പത്മത്തോട് കൂടിയ ആ ഭഗവാന്റെ രൂപം, വിഷ്ണുമൂർത്തി രൂപം, ആ രൂപത്തില് ധ്യാനിച്ച് അതിൽ ലയിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയാം. അതായത് കുറെ സന്യാസിമാര് ഒക്കെ തപസ് ചെയ്തിട്ട് കുറെ നാള് ധ്യാനത്തിലൂടെ നമുക്ക് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അതിന് കുറെ വർഷങ്ങൾ എടുക്കും. കാരണം ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പരമാത്മാ സാക്ഷാത്കാരത്തിന് കുറെ വർഷങ്ങൾ നമ്മൾ ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും പരമാത്മാവിനെ, നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ ആ രൂപത്തെ നമ്മൾ ധ്യാനിച്ച് അതിൽ ലയിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോ അതിലും എന്താണ്? അപ്പൊ വൈകുണ്ഠ ലോകങ്ങളിലാണ് നമ്മൾ ഈ പരമാത്മാ സാക്ഷാത്കാരത്തിൽ നമുക്ക് ലയിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തതാണ് എന്ത്? ഭഗവത് സാക്ഷാത്കാരം. ഭഗവത് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനെ സാക്ഷാത്കരിക്കുക. ഭക്തിയുടെ സേവനത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ് എന്ത്? ഭഗവത് സാക്ഷാത്കാരം. അത് എളുപ്പത്തില്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എളുപ്പമാണത്. കാരണം ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ ആ ജ്യോതിസിൽ, ആ പ്രകാശത്തിൽ മാത്രമേ നമ്മൾ ലയിക്കുന്നുള്ളൂ. പരമാത്മാ സാക്ഷാത്കാരത്തിലാണെങ്കിലോ നമുക്ക് കുറെ വർഷം നമ്മൾ തപസ്സൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്തിലെത്തുന്നത്? പരമാത്മാ സാക്ഷാത്കാരത്തിൽ ലയിക്കുന്നത്. പിന്നെ ഭഗവത് സാക്ഷാത്കാരത്തിലാണെങ്കിലോ ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ, താരതമ്യേന അത് എളുപ്പമാണെന്നാണ് ആര് പറയുന്നത്? പ്രഭുപാദർ പറയുന്നത്. അപ്പൊ ഭഗവത് സാക്ഷാത്കാരത്തിലൂടെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്? ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് ഫസ്റ്റ്. അപ്പൊ ആത്മസാക്ഷാത്കാരം നമുക്ക് 3 തരത്തിൽ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ്? ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു ജ്യോതിസിലേക്ക്, അപ്പൊ ഭഗവാനെ നമ്മള് സിനിമയിലൊക്കെ കാണുമ്പോൾ നമ്മളെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോ എങ്ങനെയാണ്? ബാക്കിൽ ഒരു ഭയങ്കര ഒരു പ്രകാശം. ഇപ്പൊ നമ്മൾ ഈ പരമാത്മാവിനെ കാണുന്നില്ലേ? ചുറ്റും ഒരു പ്രകാശം ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് ആ പ്രകാശത്തിൽ ലയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ചതുർഭുജ രൂപത്തിലുള്ള ഭഗവാനിൽ ലയിക്കുക. ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറയുമ്പോഴോ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ ലയിക്കുക. മനസ്സിലായോ? ഹരേ കൃഷ്ണ. മനസ്സിലായി മാതാജി. അപ്പോ ഇതാണ് സ്പീഡ് കൂടി പോകുന്നു. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? ആ മൂന്നാമത്തെ ഷോർട്ട് ആയിട്ട് പറഞ്ഞ എന്തുവായിരുന്നു? മൂന്നാമത്തെ സാക്ഷാത്കാരം. അപ്പൊ ഫസ്റ്റ് ആത്മസാക്ഷാത്കാരത്തിന്റെ 3 വഴികളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ബ്രഹ്മത്തിലൂടെ, പരമാത്മാവിലൂടെ, ഭഗവാനിലൂടെ. ഫസ്റ്റത്തെ പറഞ്ഞത് ബ്രഹ്മസാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു പ്രകാശം ജ്യോതിസിൽ ലയിക്കുക. അതായത് ഭഗവാൻ എന്താണ്? ഭഗവാൻ ആത്മീയമായ, ഭഗവാന് ജ്യോതിസ് ഉണ്ട്. ഭഗവാന്റെ ശരീരത്തിന് ജ്യോതിസ് ഉള്ളതാണ്. ആ വെളിച്ചത്തിലേക്ക് ലയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ചതുർഭുജ രൂപത്തിലുള്ള ശംഖ് ചക്ര ഗദാ പത്മത്തോടു കൂടിയ ഭഗവാന്റെ ആ രൂപത്തിൽ ലയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയാ. ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതായത് ഓടക്കുഴലിൽ വിളിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ആ രൂപം ഉണ്ടല്ലോ, അതാണ് ഭഗവാന്റെ സ്ഥായിയായ ഭാവം. ആ രൂപത്തിൽ ലയിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി ഇതിനെ നമുക്ക് ക്ലിയർ ആക്കി തരാം. ഇതിനെ കമ്പാരിസൺ ചെയ്ത് പറയുന്നുണ്ട്. അതായത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിനെ സൂര്യനോട് ഉപമിച്ചിട്ടാണ് പറയുന്നത്. സൂര്യപ്രകാശം, സൂര്യരശ്മി, പിന്നെ സൂര്യദേവനോട്. ഫസ്റ്റ് സൂര്യന്റെ പ്രകാശം, നമ്മൾ ഈ പറഞ്ഞ ബ്രഹ്മം പിന്നെ സൂര്യപ്രകാശത്തോട് ഉപമിച്ചാൽ എന്താണ്? നമുക്ക് ഇപ്പൊ വെളിച്ചായി കഴിഞ്ഞാൽ സൂര്യൻ ഉണ്ടെന്ന് നമ്മൾ കാണുന്നില്ല, പക്ഷെ ചുറ്റും പ്രകാശം ഉണ്ട്. അപ്പൊ നമുക്കറിയാം സൂര്യന്റെ പ്രകാശം വന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ ലയിക്കുന്നവർക്ക് ബ്രഹ്മത്തിൽ ലയിച്ചു എന്നല്ലാതെ ബാക്കി ഒന്നും അവർക്ക് അറിയുന്നില്ല. വെളിച്ചത്തിൽ ലയിച്ചു എന്നല്ലാതെ ബാക്കി ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെയാണ് സൂര്യപ്രകാശമായിട്ട് വരുമ്പോ സൂര്യദേവൻ ഉണ്ടെന്നോ സൂര്യരശ്മി ഉണ്ടെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ ചുറ്റും എന്ത് മാത്രമേ ഉള്ളൂ? ആ നേരം പകലുള്ള ഒരു വെളിച്ചം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. സൂര്യൻ ഉണ്ടെന്ന് നമുക്ക് അറിയുന്നേ ഇല്ല. അതാണ് ബ്രഹ്മവും സൂര്യന്റെ പ്രകാശവും. രണ്ടാമത്തെ നമുക്ക് സൂര്യരശ്മീനായിട്ടാണ് നമ്മൾ എന്തിനെ കമ്പയർ ചെയ്യാം? നമുക്ക് പരമാത്മാവിനെ. അപ്പൊ പരമാത്മാ രൂപത്തിൽ ലയിക്കുമ്പോഴും നമുക്ക് സൂര്യദേവനെ കുറിച്ച് നമുക്ക് മനസ്സിലാവണില്ല. അപ്പോഴും നമ്മൾ എന്തറിയുന്നുള്ളൂ? ആ സൂര്യദേവന്റെ പുറത്തുള്ള ഒരു ഉപരിതലം ഉണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോഴും നമ്മൾ ഭഗവാനെ അറിയുന്നില്ല. എന്തിനെ കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ?
ആ പരമാത്മാ രൂപത്തിലിരിക്കുന്ന ആ ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതാണ് സൂര്യദേവനെ കുറിച്ച് അറിയുന്നില്ല, പക്ഷെ ആ സൂര്യരശ്മി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സൂര്യന്റെ അടുത്ത് നമുക്ക് വസിക്കാൻ സാധിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് സൂര്യദേവന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലോ, ആ സൂര്യദേവന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ സൂര്യദേവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവനം ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ അടുത്തറിയാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെയാണ് ഭഗവാൻ സാക്ഷാത്കാരം. അപ്പൊ ഭഗവത് സാക്ഷാത്കാരത്തിലൂടെ നമുക്ക് ഭഗവാന്റെ അടുത്ത് വസിക്കാൻ സാധിക്കും, ഭഗവാന് സേവ ചെയ്യാൻ സാധിക്കും. അപ്പൊ പലതരത്തില് നമുക്ക് 5 തരത്തില് സായുജ്യമായിട്ട് എന്താണ് പറയുന്നത്, ദാസ്യഭാവത്തില്, പിന്നെ പല രീതിയില് പല ഭാവത്തില് നമുക്ക് ഭഗവാന് വാത്സല്യം, മാധുര്യം, ദാസ്യം, അങ്ങനെ ഏത് രീതിയിലും ഭഗവാനെ നമുക്ക് സേവിക്കാനായിട്ട് സാധിക്കും. ഏതിലൂടെ? ഭഗവത് സാക്ഷാത്കാരത്തിലൂടെ. അപ്പൊ 3 തരത്തില് നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അത് നമ്മളെ ആത്മാവിന്റെ സാക്ഷാത്കാരാണല്ലോ നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ അതൊന്നില്ലെങ്കിൽ വെളിച്ചത്തിലൂടെ ഭഗവാന്റെ ആ ജ്യോതിസിലൂടെ സാക്ഷാത്കരിക്കാം, അല്ലെങ്കിൽ പരമാത്മാ രൂപത്തിലിരിക്കുന്ന ഭഗവാനിൽ സാക്ഷാത്കരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഭഗവാനിൽ സാക്ഷാത്കരിക്കാം. അപ്പൊ ഭഗവത് സാക്ഷാത്കാരം കുറച്ചും കൂടി എളുപ്പമാണെന്ന് നമ്മൾ പറയാം. എങ്ങനെയാണ്? ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ട്, ഭഗവാന് സേവനം ചെയ്തുകൊണ്ട് നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേത് ഇപ്പൊ പരമാത്മാ സാക്ഷാത്കാരാണെങ്കിലോ കുറേ വർഷങ്ങൾ ധ്യാനവും തപസ്സൊക്കെ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ? പരമാത്മാ സാക്ഷാത്കാരം സാധിക്കുന്നുള്ളൂ. പക്ഷെ ബ്രഹ്മസാക്ഷാത്കാരാണെങ്കിൽ എന്താണ്? നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല, ഭഗവാന്റെ ആ പ്രകാശത്തിൽ, ജ്യോതിസിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു രൂപമുണ്ടെന്ന് ആര് വിശ്വസിക്കുന്നുണ്ടാവില്ല? ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിലുള്ളവര് വിശ്വസിക്കുന്നുണ്ടാവില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഹരേ കൃഷ്ണ. അപ്പൊ ഈ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു സാക്ഷാത്കാരം അപ്പൊ ആരിലാണ് ചെയ്യേണ്ടത്? ഭഗവത് സാക്ഷാത്കാരാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏറ്റവും നല്ലത് ഭഗവത് സാക്ഷാത്കാരാണ്. അപ്പോഴാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്, ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുന്നത്, ഭഗവാന്റെ അടുത്ത് വസിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്ക് മനസ്സിലാക്കണം ഇനി അല്ലെ. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ്? പരാശര മഹർഷി പറഞ്ഞിരിക്കുന്നത്, വ്യാസദേവന്റെ പിതാവായിട്ടുള്ള പരാശരി മഹർഷി നിർവചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലൊരു വേർഡാണ്. അപ്പൊ അതിന് പറഞ്ഞിരിക്കുന്ന നിർവചനം എന്താണ്? സൗന്ദര്യം, സമ്പത്ത്, കീർത്തി, ശക്തി, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങള് ഉൾക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണോ അവരെ ഭഗവാൻ എന്ന് വിളിക്കാം. ഈ 6 ഗുണങ്ങളും ഒരുമിച്ച് ഒരാളിൽ ഉണ്ടെങ്കിൽ അവരാരാണ്? അവര് ഭഗവാനാണ്. ചിലർക്ക് കുറെ സൗന്ദര്യം ഉണ്ടാവും, കുറെ സമ്പത്ത് ഉണ്ടാവും, കുറെ കീർത്തി ഉണ്ടാവും, ശക്തി ഉണ്ടാവും, ചിലർക്ക് ജ്ഞാനം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ, നമ്മളെ ഭൗതികതയോടുള്ള ഒരു വിരക്തി ട്ടോ. അപ്പൊ ഈ പറഞ്ഞതെല്ലാതും ഈ 6 കാര്യങ്ങളും ഒരുമിച്ച് ആരിലുണ്ടോ ആ വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? ഭഗവാൻ എന്ന് പറയാം. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെയാണ്? 6 ഗുണങ്ങൾ പറയുന്നുണ്ട്. സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം. അതായത് സൗന്ദര്യം, സമ്പത്ത്, കീർത്തി, ശക്തി, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? പരാശര മഹർഷി പറഞ്ഞിരിക്കുന്ന നിർവചനാണ്. അപ്പൊ ഈ 6 ഗുണങ്ങൾ ഇത് ഓരോരുത്തരിലും ഉണ്ടാവാം. ചിലർക്ക് കുറെ സൗന്ദര്യം ഉണ്ടാവും, ചിലർക്ക് കുറെ സമ്പത്ത് ഉണ്ടാവും, കീർത്തി ഉണ്ടാവും, ശക്തി ഉണ്ടാവും. പക്ഷെ ഇതെല്ലാതും ഒരുമിച്ച് ആരിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ? ഭഗവാനിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? ഭഗവാൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ആ ഭഗവാനെ കവച്ചു വെക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. നമ്മൾ പറയുന്നുണ്ട്, ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ടല്ലോ, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാത്തിനും കാരണമായിട്ടുള്ള ആ ഗോവിന്ദൻ അത്രയും ശ്രേഷ്ഠനാണ്. ആ ഗോവിന്ദനെ കവച്ചു വെക്കാനായിട്ട് ആർക്കും സാധ്യമല്ല അല്ലെ. സച്ചിദാനന്ദ സ്വരൂപനാണ്, സർവ്വകാരണങ്ങൾക്കും കാരണഭൂതനാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ 6 ഗുണങ്ങൾ, നമ്മൾ പറയുന്ന 6 ഗുണങ്ങൾ ഭഗവാന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇതാണ് നമുക്ക് പറയാം. സൗന്ദര്യം, സമ്പത്ത്, കീർത്തി, ശക്തി, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നത് ആരാണോ അവരെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? ഭഗവാൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായി. അപ്പൊ ഭഗവാൻ അർജുനൻ എന്താണ്? ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പൊ 3 തരത്തിൽ പറഞ്ഞു. അതിൽ ഭഗവാനിൽ സാക്ഷാത്കരിക്കുന്നതാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. അപ്പൊ ഭഗവാൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇനി അർജുനൻ ഇതൊക്കെ കേട്ടിട്ടും അർജുനൻ എവിടെയാ നിൽക്കുന്നത്? അർജുനൻ ഇപ്പോഴും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഭഗവാൻ അർജുനനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ശ്ലോകം. ഏതാണ്? ഭഗവാൻ പറഞ്ഞൊരു ഫസ്റ്റത്തെ ശ്ലോകം ഏതാണ്?
കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്ന് ചോദിക്കുന്നത്. നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത്? കാരണം ഇത് സാധാരണക്കാർക്ക് ആർക്കൊന്നും യോജിച്ചതല്ല എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്നവർക്ക് യോജിച്ചതല്ല ഈ ഒരു പ്രവൃത്തി. അപ്പൊ നീ എന്നിട്ട് എന്താണ് നീ ഇങ്ങനെ പറയുന്നത് എന്നാണ് ആരിവിടെ ചോദിക്കുന്നത്? അർജുനനോട് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പൊ അത് ചോദിച്ചപ്പോ അർജുനൻ എന്താ പറയുന്നത്? അർജുനൻ പറയാണ്, കാരണം ഈ പറഞ്ഞ ഈ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കണ്ടപ്പോ എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? അവരെ ജയിക്കുന്നതാണോ, അവരാൽ തോൽക്കപ്പെടുന്നതാണോ, എന്താണ് നല്ലതെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം എനിക്ക് എന്റെ മുന്നിൽ യുദ്ധം വന്ന് നിൽക്കാണ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് വേണ്ട ഉപദേശം തരാനായിട്ട് ആര് പറയാണ് അവിടെ? അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നു. എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പൊ അർജുനൻ ഭഗവാന്റെ മുന്നിൽ കീഴടങ്ങാണ് ഇപ്പൊ അർജുനൻ. കാരണം അർജുനൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പൊ അർജുനൻ സറണ്ടർ ആവുന്ന ശ്ലോകത്തിലൂടെയാണ് നമ്മളെ 2ാമത്തെ അധ്യായത്തിൽ ശ്ലോകം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ശ്ലോകം വരുന്നത്? കാർപ്പണ്യദോഷോ ബഹദ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യശ്രേയസാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതി മാം ത്വാം പ്രപന്നം. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. എന്താ പറഞ്ഞത്? ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. അർജുനൻ ഭഗവാനോട് പറയാണ്. ഭഗവാൻ ഇങ്ങനെ ചീത്ത പറയണം, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടും. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. അപ്പൊ അർജുനൻ ഭഗവാന്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കുകയാണ്. കാരണം അർജുനൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളത് മനസ്സിലാകാത്തതുകൊണ്ട് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടാണ്, അല്ലെ, എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്ന്. കാരണം അർജുനൻ ചെയ്തൊരു പ്രവൃത്തി അർജുനന്റെ ജീവിതത്തിൽ അർജുനൻ വിചാരിക്കാതെ വന്നൊരു സംഭവങ്ങളാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അർജുനന് ആ ഒരു സമയത്ത് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാതെ അർജുനൻ എന്താണ് ചെയ്യുന്നത്? അതിന് യോഗ്യതയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിയിൽ ഉപദേശം തേടാണ് ചെയ്യുന്നത് അർജുനൻ. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ അറിയാതെ നമ്മൾ വിചാരിക്കാതെ പല സന്ദർഭങ്ങൾ ഇതേപോലെ വന്നു പെടുമ്പോ നമ്മളത് സ്വന്തമായിട്ട് തീരുമാനം എടുത്തത് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് യോഗ്യതയായ വ്യക്തികള്, അതിന് നമുക്ക് ഏറ്റവും നമുക്ക് യോജിച്ച ഒരു ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗുരുവിന് തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? വേണ്ട ഉപദേശം നമ്മൾ തേടേണ്ടതാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാകും? അവിടെ നമുക്ക് വിജയം ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനനും ചെയ്തത്. അർജുനന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു സന്ദർഭം വന്നപ്പോ അർജുനൻ ആരെ ശരണം പ്രാപിക്കാണ്? ഒരു ഭഗവാനെ, അതായത് ഗുരുവായിട്ട് ഉപദേശം തരാനാ പറയണ, ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ് അർജുനൻ. ഒരു ഗുരുവായിട്ട് സ്വീകരിക്കുമ്പോ അർജുനൻ എങ്ങനെയായിരിക്കണം നോക്കി? അർജുനൻ താഴ്മയോടെ ഇരുന്ന് ഗുരുവിൽ നിന്ന് ഉപദേശം തേടാൻ വേണ്ടിയിട്ട് അത്രയും വിനയത്തോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇരുന്നിട്ട് ഭഗവാനോട് പറയാണ്, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, എനിക്ക് വേണ്ട ഉപദേശം തരണമെന്ന് ഭഗവാനോട് അർജുനൻ പറയാണ്. കാരണം താഴ്മയോടെ വിനയത്തോടെയാണ് ആരടുത്ത് അഭ്യർത്ഥിക്കുന്നത്? ഭഗവാന്റെ അടുത്ത് അഭ്യർത്ഥിക്കുന്നത്. കാരണം ഒരു ഗുരുവായി കഴിഞ്ഞാൽ ആ ഗുരുവിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഗുരുവിൽ വിശ്വസിക്കുക, ഗുരുവിലൂടെ നമ്മൾ ആ ജ്ഞാനം നേടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അർജുനൻ തനിക്ക് ഒരു സാഹചര്യം വന്നപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ വന്നപ്പോ അർജുനൻ ആരെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്? ഇവിടെ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ്. അപ്പൊ ഇതുവരെ അർജുനനും ഭഗവാനും ആരായിരുന്നു? മിത്രങ്ങളായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് തൊട്ട് എന്തായിട്ട് മാറി? അർജുനൻ ഭഗവാന്റെ ശിഷ്യനായിട്ട് മാറി, ഭഗവാൻ അർജുനന്റെ ഗുരുവായിട്ട് മാറി. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഭഗവാൻ അർജുനൻ എന്ത് കൊടുക്കാണ്? ജ്ഞാനം കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് എന്താ പറയുന്നത് ഭഗവാൻ? അപ്പൊ ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇനി അർജുനൻ പറഞ്ഞ കാരണങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? മൃദുല ഹൃദയത്തല്ലേ അർജുനൻ പറഞ്ഞ, അർജുനൻ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, അർജുനന്റെ ആ ഒരു പ്രയാസമാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിന് ഭഗവാൻ എന്താ പറയുന്നത്? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ചര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്രാന മുഹ്യതേ. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാകുന്നില്ല. ഇവിടെ എന്താ പറയുന്നത്? ശരീരസ്ഥനായ ആത്മാവ്, ഫസ്റ്റ് തന്നെ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഫസ്റ്റത്തെ പ്രോബ്ലം എന്തായിരുന്നു അർജുനൻ ഉണ്ടായിരുന്നത്?
ഇവരൊക്കെ മൃദുല ഹൃദയത്വം, അവരൊക്കെ മരണപ്പെട്ടു പോകില്ല എന്നാണ് അർജുനൻ ചിന്തിച്ചത് അല്ലെ. തന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്നെ ആരാണ്, ഗുരുജനങ്ങളൊക്കെയാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഫസ്റ്റ് പറഞ്ഞ കാരണം അതാണ്. അപ്പൊ ഇവരൊക്കെ മരണപ്പെട്ടു പോകില്ല എന്നാണ് അർജുനൻ ചിന്തിച്ചത്. അപ്പൊ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന റിപ്ലൈ എന്താണ്? ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാകില്ല. അപ്പൊ നീ ഇവരൊക്കെ മരണപ്പെടുമെന്ന് ചിന്തിച്ച് നീ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആത്മാവിന് മരണമില്ല എന്നുള്ളത് ഭഗവാൻ പ്രഖ്യാപിച്ചു കൊടുക്കാണ്, ഇവിടെ മനസ്സിലാക്കി കൊടുക്കാണ്. കാരണം ആത്മാവ് എന്താ ചെയ്യണത്? ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും ശരീരസ്ഥനായ ആത്മാവ് കടക്കുന്നത് പോലെ നമ്മളെ ശരീരം മാത്രമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മളൊരു കുട്ടിയായിട്ടിരിക്കും, യുവാവായിട്ടിരിക്കും, പിന്നെ വൃദ്ധനായിട്ട് കാണപ്പെടും. അപ്പോഴും നമ്മൾ ആത്മാവ് എന്താണ്? ഒരേ സ്ഥിതിയിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കടന്നതുപോലെ മരണശേഷം എന്ത് സംഭവിക്കാണ്? ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവ് പോകാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാകുന്നില്ല? സംഭ്രമം ഉണ്ടാകുന്നില്ല. അപ്പോ നീ ഭീഷ്മരെ കുറിച്ചോ ദ്രോണരെ കുറിച്ചോ ഇവരെ കുറിച്ചൊന്നും നീ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ, ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. കാരണം ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ, ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? ആ ആത്മാവ് അതിന് പ്രവർത്തിക്കാൻ എന്താവശ്യമാണ്? ഒരു ശരീരം ആവശ്യമാണ്. അപ്പൊ ആ ഒരു ശരീരം ഇല്ലാതാകുമ്പോ, ആ ശരീരം പ്രവർത്തിക്കാതാകുമ്പോ ആത്മാവ് എന്ത് ചെയ്യും? ആ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോകും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകില്ല എന്നാ പറയണത്? സംഭ്രമം ഉണ്ടാകില്ല. നമുക്ക് സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ കുറിച്ച് സംഭ്രമം ഉണ്ടാകില്ല എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഇനി ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയണം. അപ്പൊ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ശരീരത്തെ കുറിച്ച് പറയാം. ശരീരം എന്ന് പറഞ്ഞാല് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. 5 ഭൂതങ്ങൾ ഏതൊക്കെയാണ്? അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി. എന്താണ്? അഗ്നി, ജലം, ആകാശം, വായു, ഭൂമി. ഈ 5 ഭൂതങ്ങൾ കൊണ്ട്, പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരത്തിന് എന്താണ്? നാശമുള്ളതാണ് അല്ലെ. അത് നമ്മൾ അറിയാം, നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ശരീരം ഇവിടെ തന്നെ ദഹിച്ചു പോകണം. അതിനൊന്നും നമുക്ക് കിട്ടാനില്ല, ഒക്കെ തന്നെ നമ്മളിവിടെ ദഹിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാശമുള്ളതാണ്. പക്ഷെ ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവോ അത് നാശമില്ലാത്തതാണ്. അത് ഭഗവാന്റെ അംശമാണ്, അതിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല. ശരീരത്തിന് മാത്രമാണ് നാശം സംഭവിക്കുന്നത്. പക്ഷെ ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ശരീരത്തിന് ജീവനില്ല. ആ ശരീരത്തിന് ചേതന നൽകുന്നത് എന്താണ്? ഈ ആത്മാവാണ്. ഈ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ആ ശരീരത്തിന് എന്ത് വരുന്നത്? ജീവൻ വരുന്നത്, ചേതന വരുന്നത്. അത് അതിൽ നിന്ന് പോകുന്നതോടുകൂടി എന്ത് സംഭവിക്കണം? ആ ശരീരത്തിന്റെ ചേതന നഷ്ടമാകുന്നു. നമ്മൾ പറയുന്നതാണ് ഒരാളുടെ സത്ത് പോയി എന്നാ പറയും. ഇപ്പൊ നമ്മള് സത്തുപോയി എന്നാക്കി, പക്ഷെ സത്തുപോയി, നമ്മളുടെ ഉള്ളിൽ ആ സത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ആ ശരീരം എന്താണ്? ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും. നമുക്കത് സൂക്ഷിക്കാൻ അടക്കം പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഒരു ദിവസം കഴിഞ്ഞ് നമ്മളിപ്പോ ഇന്ന് നമ്മളെ പേരിൽ അറിയപ്പെടുന്നു, അത് കഴിഞ്ഞ് നമ്മളുടെ പേര് പോലും നമ്മൾ ഇല്ലാതെ വരികയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളതിനെ എന്താ പറയണത്? ബോഡി എന്നാണ് നമ്മൾ പറഞ്ഞില്ല. കാരണം അതാണ് നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥ. ആ ആത്മാവ് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെന്തില്ല? പിന്നെ ജീവനില്ല. അതിന് പ്രവർത്തിക്കാനോ ഒന്നും ചെയ്യാനോ സാധിക്കുന്നില്ല. അപ്പൊ ആത്മാവ് എന്താ ചെയ്യണത്? ആ ഒരു ശരീരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോ വേറൊരു ശരീരത്തിലേക്ക് കടക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ പല തരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിന് സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, ശൈശവം വരും, ബാല്യം വരും, കൗമാരം വരും, യൗവനം വരും, വാർദ്ധക്യം വരും. ഈ ഓരോ ഘട്ടത്തിലും ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആത്മാവിനാണെങ്കിലോ യാതൊരു വിധത്തിലും മാറ്റം സംഭവിക്കാതെ അത് ഓരോ സ്റ്റേജിലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ശരീരത്തിനെ മാറ്റം സംഭവിക്കുന്നുള്ളൂ, ആത്മാവിന് മാറ്റം സംഭവിക്കുന്നില്ല. ആത്മാവിന് ആ ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോ എന്ത് ചെയ്യണത്? വേറൊരു ശരീരത്തിലേക്ക് മാറിപ്പോകാണ് ചെയ്യുന്നതാണ് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം. അപ്പൊ ആ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് ആത്മാവ് പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഇവരുടെ മരണത്തെ പറ്റി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അപ്പൊ എന്താണ്? ഇവർക്ക് മരണം സംഭവിക്കുന്നില്ല, ആത്മാവ്, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവിന് നാശമില്ല എന്നുള്ളത് ഇവിടെ ആര് ക്ലിയർ ആക്കി കൊടുക്കാണ്? ഭഗവാൻ ഇവിടെ ക്ലിയർ
ക്ലിയർ ആക്കി കൊടുക്കണം. നമുക്ക് പിക്ചറിൽ മനസ്സിലാകാം, സ്കള്ള് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ നമ്മൾ പറഞ്ഞു ശൈശവം വന്നു, ബാല്യം വന്നു, ബാല്യത്തിലൂടെ നമ്മളുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തിലെത്തി വീണ്ടും മരണപ്പെട്ടു. ആ സർക്കിൾ ഇങ്ങനെ നടക്കുമ്പോഴും ആത്മാവ് കണ്ടില്ലേ, ആത്മാവ് ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് നമ്മളുടെ ആ ഒരു സമയം കഴിഞ്ഞ് നമുക്ക് പറ്റാതെ വരുമ്പോ, നമ്മൾ മരണപ്പെടുമ്പോ എന്താണ്, അത് അടുത്ത ശരീരത്തിലേക്ക് പോകാണ് ചെയ്യുന്നത്. എന്ത്? ആത്മാവ്. അപ്പൊ ആത്മാവിന് നാശമില്ല, ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളതൂടെ ഭഗവാൻ ക്ലിയർ ആക്കി കൊടുക്കാണ്. പിന്നെ ഒന്നുകൂടി നമുക്ക് പറയാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ആ ശരീരത്തിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. ആ ശരീരത്തിന് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, അതില് ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രം, ആത്മാവിന് പ്രവർത്തിക്കാൻ എന്താണ്, ഒരു ശരീരം ആവശ്യമാണ്. ആ ആത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ടി ആ ഒരു ശരീരത്തെ തെരഞ്ഞെടുത്ത് അതിലിരുന്നുകൊണ്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ആത്മാവ് പ്രവർത്തിക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഒരു കാറ്. വെറുതെ ഒരു കാർ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോ, അതിലൊരു ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാർ ഓടിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ ആത്മാവിന് ആ ശരീരം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മാത്രമാണ് എന്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? ഈ ശരീരത്തിനും ആത്മാവ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതിലും മാറിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ നമ്മളുടെ ഈ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താ പറയാ, ഫസ്റ്റ് ശൈശവം വന്നു, ബാല്യം വന്നു, കൗമാരം വന്നു, യൗവനം വന്നു, വാർദ്ധക്യം വന്നു, വീണ്ടും നമ്മൾ മരണപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങനെ ആ സർക്കിൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളില് നമ്മൾ പറഞ്ഞപ്പോ 84 ലക്ഷം ജീവജാലങ്ങളാണുള്ളത്. ഇതിൽ ഏതില് വേണമെങ്കിലും നമുക്ക് ജന്മമെടുക്കാം. നമ്മളിപ്പോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ മനുഷ്യനായിട്ട് ജന്മമെടുക്കാം, ചിലപ്പോ മൃഗങ്ങളായിട്ട് ജന്മമെടുക്കാം. ഏത് ശരീരത്തിൽ ജന്മമെടുത്താലും എന്താണ്, അതിലും ഓരോ ആത്മാക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോന്നിന്റെയും ആ ശരീരത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവാത്മാവ് ഉണ്ടാവും. ആ ജീവാത്മാവ് അതിൽ പ്രവേശിക്കും. അതിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു സമയം വരുമ്പോ എന്താ ചെയ്യണത്? അത് അടുത്ത ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് മനുഷ്യനായാലും മൃഗമായാലും ആരായാലും ഇതൊക്കെ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഇതിലെ കൂടെ കടന്നു പോകുമ്പോഴും ആത്മാവിന് മാറ്റമില്ലാതെ അത് സ്ഥിരമായിട്ട് നിലനിന്ന് കൊണ്ടുപോകണം. അപ്പൊ അത് ശരീരം മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ആത്മാവിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് അർജുനന് ഭഗവാനോട് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. അപ്പൊ അതിനൊന്നുകൂടി നമുക്ക് പറഞ്ഞാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ ഈ കൂട്ടില് നമുക്ക് കാണാം, ഒരു 2 കൂട് കാണുന്നുണ്ട്. ഒരു കൂട്ടിലെ പക്ഷി ഇങ്ങനെ ചത്ത് കിടക്കണ പോലെ കിടക്കുന്നുണ്ട്, ഒരു കൂട്ടിൽ പക്ഷി ഇരിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ ശരീരവും ആത്മാവിനും തമ്മിൽ കമ്പയർ ചെയ്ത് പറയണം. നമ്മുടെ ശരീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടാണ്. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക എന്താണ്? നമ്മൾ ആ കൂടിനെ മാത്രമേ നമ്മൾ മിനുക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ ആ ശരീരത്തെ മാത്രം, നമ്മള് ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് പോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ എന്തൊക്കെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നു? പോഷിപ്പിക്കാനായിട്ടില്ല, ശരീരത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ആ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആത്മാവിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആത്മാവ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടോ നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മള് ഈ കാണുന്ന ശരീരത്തിന് നശിച്ചു പോകാനുള്ള ഒരു ശരീരമാണിത് നമ്മളുടെ. പക്ഷെ എങ്കിലും നമ്മള് എന്താ ചെയ്യുന്ന, ആ ശരീരം മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ആ ശരീരത്തിനെ പോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് ആ ശരീരത്തിന് റെസ്റ്റ് വേണം, നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. നമ്മൾ നല്ല ഭംഗിയിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ? ഈ നശിച്ചു പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ എന്തിനു ചെയ്യുന്നില്ല? നമ്മളുടെ ഉള്ളില് സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതിനൊരിക്കലും നാശമില്ലാത്തതാണ്. പക്ഷെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്നില്ല, നമ്മൾ ശരീരത്തിന് മാത്രമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം എന്താണ്? ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം. നമ്മൾ പറഞ്ഞു നമ്മളുടെ അവബോധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ പോകുമ്പോ മനസ്സിലാവും, ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മാവിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ജന്മം കിട്ടുമ്പോൾ നമ്മൾ അത്രയും ഉയർന്നൊരു ജന്മത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ശരീരത്തെ അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിനിക്കേണ്ടത്. നമ്മൾ എന്തിനാണ്? നമ്മൾ ആത്മാവിനെയാണ് എന്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടത്? പോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. പക്ഷെ നമ്മളെല്ലാവരും എന്താ ചെയ്യുക? തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ശരീരത്തിന് വരുന്ന ആ എന്താ പറയാ സ്റ്റേജസ്, നമ്മളെ ബാല്യം വരും, കൗമാരം വരും, യൗവനം വരും, വാർദ്ധക്യം വരും. ഈ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മളും മാറും. നമ്മളിപ്പോ ചെറിയ പ്രായത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ട്രൈസൈക്കിൾ മേടിക്കും, കളിക്കാനായിട്ട് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലുതാകുമ്പോൾ നമ്മൾ സൈക്കിൾ ഉപയോഗിക്കും, പിന്നെ നമ്മൾ സ്കൂട്ടർ ഉപയോഗിക്കും, നമ്മൾ 4 വീലർ ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഈ ജീവിതത്തിൽ നമ്മളെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആത്മാവിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ആത്മാവിന്
യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന പോലില്ല. നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെന്ന് പോലും നമ്മൾ ആരും ചിന്തിക്കുന്നേ ഇല്ല. നമ്മളെപ്പോഴും ആ ശരീരത്തെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, ആത്മാവിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നേ ഇല്ല. അപ്പൊ ഭഗവാൻ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്, നീ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ആത്മാവിന് നാശം സംഭവിക്കാത്തതാണ്, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഇത് വീണ്ടും ആ ഒരു പിക്ചർ തന്നെ കൊടുക്കുകയാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞു, നമ്മളെ ശരീരത്തില് പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശൈശവത്തിന് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിനുശേഷം നമ്മൾ മരണപ്പെട്ട് വീണ്ടും എന്ത് വരികയാണ്? ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം വന്ന് ഇതിങ്ങനെ സർക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ പറഞ്ഞ ലൈഫ് സൈക്കിൾ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവ് നശിച്ചു പോകുന്നില്ല, ശരീരം മാത്രം നശിക്കുന്നു. അപ്പൊ അടുത്ത ഇതിലേക്ക് സ്വീകരിക്കുന്നു. വീണ്ടും ഈ പറഞ്ഞ പോലെ ശൈശവം വന്നു, കൗമാരം, യൗവനം അതിൽ കൂടെ കടന്നുപോയി, വീണ്ടും നമുക്ക് വയസ്സാവും, നമ്മൾ മരണപ്പെടും, വീണ്ടും തന്നെ ഇതിങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 84 ലക്ഷം ജീവാത്മാക്കളുണ്ട്. കാരണം ആകെ 84 ലക്ഷം ജീവാത്മാക്കള്, 4 ലക്ഷം മനുഷ്യര്, ബാക്കി അല്ലാതെ എന്താണ് മൃഗങ്ങളും എന്താ പറയാ വെള്ളത്തിൽ ജീവിക്കുന്നതും കരയിൽ ജീവിക്കുന്നതും സസ്യങ്ങള്, പക്ഷികള്, വൃക്ഷങ്ങൾ, ഇതെല്ലാം കൂടിയിട്ട് 84 ലക്ഷമാണുള്ളത്. അപ്പൊ ഈ 84 ലക്ഷത്തില് നമ്മൾ ഏതിൽ വേണമെങ്കിലും നമ്മളാവാം. നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ജന്മം എടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല. ഈ ഒരു ജന്മം നമുക്ക് മനുഷ്യ ജന്മം കിട്ടി, ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി അനുസരിച്ച് അടുത്ത ജന്മം ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും മൃഗത്തിന്റെ ജന്മമായിരിക്കാം കിട്ടുക, അതല്ലെങ്കിൽ ഉയർന്ന ജന്മങ്ങൾ നമുക്ക് കിട്ടാം. അപ്പൊ ഏതിലായാലും ഏത് ജന്മം എടുത്താലും എല്ലാത്തിലും എന്തുണ്ട്? ആത്മാവുണ്ട്, ജീവാത്മാവ് എല്ലാത്തിന്റെ ഉള്ളിലുണ്ട്. മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാവരിലും എന്തുണ്ട്? ജീവാത്മാക്കളുണ്ട്. നമ്മുടെയൊക്കെ ശരീരം മാത്രമേ മാറുന്നുള്ളൂ, ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് എല്ലാവരിലും ഉണ്ട്. പരമാത്മാവും ഉണ്ട്, നമ്മളിപ്പോ തന്നെ പറഞ്ഞു, ജീവാത്മാവും എല്ലാവരിലും ഉണ്ട്. ആ ശരീരത്തിൽ മാത്രമേ വ്യത്യാസം നമ്മളൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ ഈ 84 ലക്ഷം ജീവാത്മാക്കളിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ജന്മം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പൊ അർജുനന് ഭഗവാൻ ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഫസ്റ്റ് പറഞ്ഞു അർജുനന്റെ ആ മൃദുല ഹൃദയത്തിന് ഇവരൊക്കെ മരണപ്പെട്ടു പോകില്ല എന്നുള്ളതിന് ഭഗവാൻ കൊടുത്ത മറുപടിയാണ് അല്ലെ ഇത്. ഭഗവാൻ പറഞ്ഞു, നീ എന്താണ് പറഞ്ഞത്? ഇവരൊക്കെ മരിക്കാനുള്ളതാണ്, ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. നീ അതുകൊണ്ട് ഭീഷ്മരുടെ, ദ്രോണരുടെ, നിന്റെ ബന്ധുക്കളുടെ മരണത്തെ കുറിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് അർജുനൻ ഏത് ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കാണ്? ഈ 13ാമത്തെ ശ്ലോകത്തിലെ ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ചരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്രാന മുഖ്യതിന്ന് ആ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനന് റിപ്ലൈ കൊടുത്തു. ക്ലിയർ ആയോ അതെല്ലാവർക്കും? ഇനി അടുത്തത് എന്താണ്? മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായിനോ നിത്യ സ്ഥാംസി വിശ്വസ്വ ഭാരത. ഇത് ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ അഭാരത, അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഇത് എന്തിനുള്ള മറുപടിയാണ് ഭഗവാൻ കൊടുക്കുന്നത്? അറിയാവോ? പറയാൻ പറ്റുമോ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? സുഖദുഃഖങ്ങളെ കുറിച്ചാ പറഞ്ഞത് അല്ലെ? ഭൗതിക സുഖങ്ങളെ കുറിച്ചല്ലേ രണ്ടാമത് അർജുനൻ പറഞ്ഞ കാര്യം? ആണോ? അതെ. അപ്പൊ അതിന് ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയാണെന്നാ പറയുന്നത്. അപ്പൊ മഞ്ഞുകാലവും വേനൽക്കാലവും വരുന്ന പോലെയാണ് ഈ സുഖവും ദുഃഖവും എന്നൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അസ്വസ്ഥനാകാതെ അതിനെ സഹിക്കാൻ പഠിക്കണമെന്ന്. ഇപ്പൊ നമ്മളെ ഈ സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞ എന്താണ്? ഒരാൾക്ക് ഇപ്പൊ എനിക്കുണ്ടാവുന്ന സുഖം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദുഃഖമായിരിക്കും, നിങ്ങൾക്ക് ഉണ്ടാവുന്ന സുഖം എനിക്കുണ്ടാവുന്ന ദുഃഖമായിരിക്കും. അത് നമ്മളുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കും. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ എങ്ങനെയാണോ അത് അനുഭവിക്കാൻ നമ്മള് അതിനെ കാണുന്നത്, അതുപോലെ ആയിരിക്കും അത് ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ സുഖദുഃഖങ്ങളിൽ നീ ചിന്തിക്കുന്നത് നിനക്കുണ്ടാകുന്ന സുഖം മറ്റൊരാളുടെ ദുഃഖമായിരിക്കാം, അവർക്കുണ്ടാവുന്ന സുഖം നിന്റെ ദുഃഖമായിരിക്കാം. പിന്നെ അതെങ്ങനെയായിരിക്കും? അത് മഞ്ഞുകാലത്തിന്റെ വരവും പോക്കും പോലെ ആയിരിക്കുന്നത്. കാരണം അത് സ്ഥിരമായിട്ടുള്ളതല്ല, അത് ശാശ്വതമായിട്ടുള്ളതല്ല. ചില സമയത്ത് നമുക്ക് ദുഃഖമായിരിക്കും, ചില സമയത്ത് നമുക്ക് സുഖമായിരിക്കും. അതൊരിക്കലും അത്
കോൺസ്റ്റന്റ് അല്ല, അത് സ്ഥിരമായിട്ടുള്ളതല്ല, അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതില് മാറ്റം, പിന്നെ അത് നമ്മളെ ഇന്ദ്രിയങ്ങളുടെ നമ്മളെ അനുഭൂതിക്ക് അനുസരിച്ചാണ്. ചിലപ്പോ നമ്മളത് എങ്ങനെയാണോ അത് നോക്കിക്കാണുന്നത് അതനുസരിച്ചാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ പഠിക്കണം എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന സുഖദുഃഖങ്ങള് അത് ക്ഷണികമാണ്, അത് സ്ഥിരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സഹിക്കാനായിട്ട് പഠിക്കണം എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ സുഖദുഃഖങ്ങള് നീ ഇപ്പൊ പറഞ്ഞു നിനക്ക് സുഖം ഉണ്ടാവുന്നത് ആരും കാണില്ല, ദുഃഖം ഉണ്ടാവുന്നത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോ അർജുനനോട് എന്താ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്? ഇത് സ്ഥിരമായിട്ടുള്ളതല്ല. ഈ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് സ്ഥിരമല്ല ഒരിക്കലും, അത് ക്ഷണികമാണ്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, ഇന്ദ്രിയ അനുഭൂതിയിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. കാരണം നമ്മളെ ഇന്ദ്രിയങ്ങള് അതെങ്ങനെയാണോ അത് സ്വീകരിക്കുന്നത് അതനുസരിച്ചാണ്. ചിലപ്പോ ഒരാളുടെ ദുഃഖം വേറൊരാളുടെ സുഖമായിരിക്കാം, അവരുടെ സുഖം നമ്മളുടെ ദുഃഖമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നീ സഹിക്കാൻ പഠിക്കണം എന്നാണ് ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണത്. സുഖദുഃഖങ്ങള് സഹിക്കാൻ പഠിക്കണം, കാരണം അതൊന്നും സ്ഥിരമായിട്ടോ ശാശ്വതമായിട്ടോ ഉള്ളതല്ല, അതിനെ സഹിക്കാൻ പഠിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ 2 പോയിന്റ് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. അതിനൊരു പിക്ചർ കൊടുത്തിരിക്കുകയാണ് മരത്തില്. നമുക്കറിയാം നമ്മളെ എന്താ പറയാ, ഒരു മഞ്ഞുകാലം വന്നാലും മഴക്കാലം വന്നാലും വേനൽക്കാലം ഒക്കെ വന്നു കഴിഞ്ഞാല് ഇതിന്റെ ഒരു മരത്തിലെ ഇലകൾ എങ്ങനെയാണ് മഴക്കാലത്ത് നിറഞ്ഞു നിൽക്കും. മഞ്ഞുകാലമായി കഴിഞ്ഞ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും, വേനൽക്കാലം ആകുമ്പോണെങ്കിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ആ വൃക്ഷത്തിന് യാതൊരു മാറ്റവും ഭാവമാറ്റവും ഒന്നും സംഭവിക്കാതെ ആ വൃക്ഷം അതേപടി അവിടെ നിലനിൽക്കുക ചെയ്യുന്നത് അല്ലെ. കാരണം അതേപോലെ ആയിരിക്കണം നമ്മൾ മനുഷ്യരും. നമുക്ക് സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, പല രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ സഹിക്കാൻ പഠിക്കണം. കാരണം ഇതൊന്നും ക്ഷണികമായിട്ടുള്ളതാണ്, ഇതൊന്നും സ്ഥിരമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ സുഖമായാലും ദുഃഖമായാലും അതിനെ നമ്മൾ നേരിടാനായിട്ട് നമ്മൾ സഹിക്കാൻ തയ്യാറാകണം എന്നാണ് ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുന്നത്? അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടി അർജുനന് ഭഗവാൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. കാരണം ആത്മാവ് എന്താണെന്നുള്ളത് ക്ലിയർ ആക്കി കൊടുക്കാനായിട്ട് ഈ അടുത്തിലൂടെ പറയാണ്. ഭഗവാൻ എന്താ പറയുന്നത്? ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിനൊരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഇനി ആത്മാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ പറയണത്? ആത്മാവിന് ജനന മരണങ്ങളില്ല, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോണില്ല, ഭാവിയിലും അത് ഉണ്ടാകില്ല. അതെങ്ങനെയാണ്? അത് അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പ്രാചീനനുമാണ്. ശരീരം മാത്രം നശിക്കുന്നു, ആത്മാവിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ആത്മാവിന് മരണമില്ല എന്നുള്ളത് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അതെങ്ങനെയോ പിന്നൊന്നും കൂടി പറഞ്ഞു എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ശരീരത്തിന് നാശം സംഭവിക്കുന്നു, ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ പറയാണ് ഭഗവാൻ. വംസാസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണോ നന്യാനി സംയാതി നവാനി ദേഹി. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ചുപയോഗിക്കാൻ കൊള്ളാത്ത ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയണത്? പഴകിയ ഉടുപ്പുകൾ നമുക്ക് ഇടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കേടായിട്ടുള്ള ഡ്രസ്സുകൾ മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് എടുത്ത് അണിയുന്നത് പോലെ മാത്രമാണ് എന്ത് പറയുന്നത്? ഈ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് ആത്മാവ് പോകുന്നത്. ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. പുതിയൊരു വേർഡ് നമ്മൾ പഠിച്ചു ദേഹി എന്ന് പറയുമ്പോ ആത്മാവിനെ പറയുന്നതാണ് ദേഹി. അപ്പോ എന്താ പറയുന്നത്? പുതിയ ഉടുപ്പുകൾ പഴകിയത് മാറ്റിയിട്ട് പുതിയ എടുത്ത് അണിയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് എന്ത് പോകുന്നത്? ആത്മാവ് പോകണം. നമ്മള് ജനിക്കുമ്പോ ശൈശവം വന്നു, ബാല്യം വന്നു, കൗമാരം, യൗവനം, വാർദ്ധക്യം വരുമ്പോഴേക്കും നമ്മളെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മളെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അവിടെ ഇരുന്നിട്ട് ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആത്മാവ് എപ്പോഴെന്താണ്? നല്ല ഒരേപോലെ തന്നെ നല്ല സ്റ്റാൻഡായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് തോന്നാം ചിലര് പ്രായമായി കഴിഞ്ഞാൽ നല്ല ഉഷാറിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ട ശരീരത്തിന്. കാരണം അത് അവരുടെ ബാധിക്കില്ല. മനസ്സ് ചെറുപ്പം എന്ന് പറയും നമ്മൾ എന്നിട്ട്. കാരണം അതെന്താണ്? നമുക്കതൊന്നും ചിലർക്ക് അത് ഫീൽ ചെയ്യില്ല അത്. പക്ഷെ അപ്പൊ നമ്മളെ ശരീരത്തിന് മാറ്റം സംഭവിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ ആത്മാവ് എന്ത് ചെയ്യും? അടുത്ത ശരീരത്തിലേക്ക് പോകും. അതിന് എക്സാമ്പിൾ എങ്ങനെയാണ്? നമുക്ക് ഇട്ടിട്ട് നമുക്ക് പഴയതായിട്ട് കേടായിട്ട് ഇടാൻ സാധിക്കാത്തൊരു ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ട് പുതിയത് എടുത്ത് അണിയുന്നത് പോലെ ആത്മാവ് എന്ത് ചെയ്യാണ്? നമ്മളെ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകാണ് ചെയ്യുന്നത്. പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ? മനസ്സിലാവും. അത് എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. നമ്മളുടെ കേടായ ഡ്രസ്സ് മാറ്റിയിട്ട് പുതിയൊരു ഡ്രസ്സ് എടുത്ത് അണിയുന്നത് പോലെ ആത്മാവ് ഒരു ശരീരത്തിൽ
നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോകാണ്. പിന്നെ എന്താ ആത്മാവിന്റെ പ്രത്യേകത? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകാഹ ന ചൈനം ക്ലദയന്ത്യോപോ ന ശോഷായതി മാരുതഃ. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. അപ്പൊ ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനോ അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. ആത്മാവിനെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആത്മാവ് മാറ്റമില്ലാതെ നാശമില്ലാതെ നിൽക്കുന്നതാണ് എന്ത്? ആത്മാവ്. കാരണം ഭഗവാന്റെ അംശമാണ്. ആത്മാവിനെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. ആത്മാവിനെ വെള്ളത്തിൽ നനയ്ക്കാനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ ആയുധങ്ങൾക്ക് മുറിക്കാനോ കാറ്റിനെ ശോഷിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളത് കൂടി പറയാണ്. അപ്പൊ ആത്മാവ് നമ്മ ഇപ്പൊ പറഞ്ഞത് തന്നെ പറയാണ്, വെള്ളത്തിന് നശിപ്പിക്കാൻ സാധിക്കില്ല, അഗ്നിയിൽ ദഹിപ്പിക്കാൻ സാധിക്കില്ല, വെള്ളത്തിൽ നനയ്ക്കാൻ സാധിക്കില്ല. ആത്മാവിനെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളത് പിക്ചറിൽ പറയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും അർജുനന്റെ സംശയം മാറുന്നില്ലെങ്കിൽ ഇനി വേറൊരു പോയിന്റ് പറഞ്ഞു കൊടുക്കാണ് ഭഗവാൻ. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, അതുകൊണ്ട് നീ ഇവരുടെ മരണത്തെ കുറിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും അർജുനന് ക്ലിയർ ആവണില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അടുത്ത പോയിന്റ് എന്താ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്? ജാതസീഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മാമൃതസ്യ ച തസ്മാദാ പരിഹാര്യർത്ഥേ നത്വം ശോചിതും അർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഇനി അതല്ലെങ്കിൽ നീ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ജനിച്ചു കഴിഞ്ഞാൽ നമ്മള് മരിച്ചേ പറ്റൂ. അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ ജനിക്കണം. അപ്പൊ അതുകൊണ്ട് നീ നിന്റെ കർത്തവ്യനിർവഹണത്തെ പറ്റി നീ ചിന്തിച്ചാൽ മതി, നീ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടല്ലോ. അപ്പൊ നീ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടായാലും അവര് മരണപ്പെട്ടു പോകും, കാരണം അവര് ജന്മം എടുത്തവരാണ്. അപ്പൊ ജന്മം എടുത്തു കഴിഞ്ഞാൽ മരിച്ചേ പറ്റൂ, മരിച്ചു കഴിഞ്ഞാൽ ജനിച്ചേ പറ്റൂ. അത് എന്താണ്? അത് അനിവാര്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യാൻ? നീ നിനക്ക് പറഞ്ഞിരിക്കുന്ന ദൗത്യം എന്താണോ, നിന്റെ ജോലി എന്താണോ അത് നീ നിർവഹിക്കുക. നീ അതിനെ കുറിച്ച് ആലോചിച്ച് വ്യസനിക്കേണ്ടതില്ല എന്നിവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒന്നും കൂടി പറയാണ് ഭഗവാൻ അല്ലെ, അർജുനനോട് പറയുന്നത് എന്താണ്? ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതും മരിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്നതും ആവശ്യമാണ്. നിന്റെ ഉത്തരവാദിത്തം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നീ അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, അതിനപ്പുറം നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് പറഞ്ഞു ശരീരത്തിന് നാശം സംഭവിക്കുന്നു, ആത്മാവിന് നാശം സംഭവിക്കില്ല, അതുകൊണ്ട് നീ അവരുടെ മരണത്തെ കുറിച്ച് ആലോചിക്കേണ്ട, വിഷമിക്കേണ്ട. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ ജനിക്കണം. അപ്പോഴും നീ എന്ത് ചെയ്യാ? നിന്നെ കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് അവർ മരണപ്പെടേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് അപ്പോഴും നീ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. കാരണം നമ്മളിപ്പോ നമ്മള് അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞത്, ഒരു വെള്ളത്തിൽ ഒരാൾ മുങ്ങിപ്പോകുമ്പോ നമ്മൾ ലൈഫ് ജാക്കറ്റിനെ രക്ഷിക്കുന്ന പോലെയാണ്. നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റില്ലല്ലോ അതല്ല, കാരണം എന്തായാലും നടന്നേ പറ്റൂ. അപ്പൊ ഈ ലൈഫ് ജാക്കറ്റിനെ രക്ഷിച്ചുകൊണ്ട് നമ്മളെ ജീവിതം രക്ഷപ്പെടുന്നില്ല. അതേപോലെ ആയിരിക്കും നമ്മൾ ഈ പറയുന്നതെന്ന് അർജുനനോട് ഭഗവാൻ പറയുകയാണത്, ഇരുന്നിട്ട് എക്സാമ്പിൾ പറയുന്നത്. പിന്നെ ഇനി ഈ ജീവാത്മാവിന് ഇനിയും പറയുന്നത് എന്താണ്? ദേഹി നിത്യമവത്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നതം ശോചിതും അർഹസി. ഹേ ഭാരത, അർജുനനെ വിളിക്കാണ് ഭാരത. ഭരതവംശകുലത്തിൽ ജനിച്ചത് കൊണ്ടാണ് അർജുനനെ ഭാരത എന്ന് വിളിക്കുന്നത്. ദേഹി, ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ട. ഇനി ഒന്നും കൂടി പറഞ്ഞു കൊടുക്കണം, എന്താണ്? ഈ ജീവാത്മാവ്, ആത്മാവിനെ കൊല്ലാനായിട്ട് ആർക്കും സാധ്യമല്ല, അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ട. ഇനി അവര് മരണപ്പെടുന്നുള്ള ചിന്ത നിനക്ക് വേണ്ട, കാരണം നമുക്ക് ദേഹത്തെ മാത്രമേ നശിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ, ശരീരത്തെ മാത്രമേ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല, നിനക്കും ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ജീവനെ കുറിച്ച് വ്യസനിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നീ യുദ്ധം ചെയ്ത് അവരെ വധിക്കുന്നു നീ ചിന്തിക്കേണ്ട, കാരണം അവരുടെ ആത്മാവിനെ വധിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട, നീ നിന്റെ യുദ്ധം ചെയ്തോളൂ, നിന്റെ ഡ്യൂട്ടി എന്താണോ യുദ്ധം ചെയ്യുക, അത് ചെയ്തോളൂ എന്ന് അർജുനനോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ 3 കാര്യം, ആ ഒന്നാമത്തെ പോയിന്റുമ്പോ തന്നെ 3 കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന് പറഞ്ഞു ശരീരത്തിന് നാശം സംഭവിക്കുന്നതാണ്, ആത്മാവിന് നാശം ഇല്ലാത്തതാണ്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. രണ്ടാമത് പറഞ്ഞു എന്താണ്? ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ ജനിക്കണം, അതുകൊണ്ട് നീ അവർക്ക് സംഭവിക്കും, അവർ മരണപ്പെടുമെന്ന് ആലോചിച്ച് നീ വിഷമിക്കേണ്ട. മൂന്നാമത്തെ പറഞ്ഞു നീ അവരെ വധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരം മാത്രമേ നിനക്ക് നശിപ്പിക്കാൻ സാധിക്കുള്ളൂ, അവരുടെ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്ക് സാധിക്കില്ല? നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് നീ നിന്റെ ഉത്തരവാദിത്വം ചെയ്തോളൂ എന്നുള്ളത് ആര് പറഞ്ഞു കൊടുക്കാണ്? അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്.
അപ്പൊ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ആർക്കും സാധ്യമല്ല. ആത്മാവ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഒരു ജ്യോതിസായ ഒരു പ്രകാശമാണ്. ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. ശരീരത്തിലിരുന്ന് അതിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോ അതെന്താണ്, അത് വേറൊരു ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്തോ വാ ഭോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. കുന്തിപുത്ര, ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. പിന്നെ അർജുനൻ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ, കാരണം അവരെന്നെ വധിക്കുന്നതാണോ അല്ലെങ്കിൽ അവരെന്നെ വധിക്കുന്നതാണോ ഞാൻ അവരെ വധിക്കുന്നതാണ് ഏതാണ് നല്ലതെന്ന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്, എന്തായാലും വിരോധമില്ല എന്ന് പറയാണ് ഭഗവാൻ. കാരണം അവര് നിന്നെ വധിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, നിനക്ക് എവിടെ പോകാൻ പറ്റും, സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കും. കാരണം യുദ്ധത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യം ഉറപ്പാണ്. അതല്ല വിജയിച്ചു കഴിഞ്ഞാലോ നിനക്ക് എന്ത് കിട്ടും, രാജ്യം ഭരിക്കാൻ സാധിക്കും, കിരീടം കിട്ടും, നിനക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നീ എഴുന്നേറ്റ് യുദ്ധം ചെയ്തോളാൻ പറയണം. ഒന്നുകിൽ നീ എന്തായാലും നിനക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, ഒന്നുകിൽ നിനക്ക് യുദ്ധത്തില് വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കും, അഥവാ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലോ നീ എവിടേക്ക് പോകും, സ്വർഗരാജ്യം പോകാനായിട്ട് നിനക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നീ വിഷമിക്കേണ്ട, നീ ഏറ്റ് യുദ്ധം ചെയ്യാനാണ് ആര് പറയുന്നത് ഇവിടെ, അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. സുഖ ദുഃഖേ സമയ കൃത്വ ലാഭോ ജയോ തഥോ യുദ്ധായ യുജ്യസ്യ നൈവം പാപാമവാപ്സ്യസി. ഇനി വേറൊരു പോയിന്റ്, മൂന്നാമത്തെ എന്തായിരുന്നു അർജുനൻ പറഞ്ഞത്, പാപമല്ലേ എന്ന് ചോദിച്ചില്ല, ഇവരൊക്കെ വധിക്കുന്നത് പാപമല്ലേ. അപ്പൊ അതിനെന്താ ഭഗവാൻ പറഞ്ഞത്, യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക, ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്, എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല. അപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്, മൂന്നാമത്തെ പാപമല്ല ഇവരൊക്കെ വധിക്കുന്നതെന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പൊ അതിനെന്താ പറഞ്ഞത്, നീ യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്താൽ മതി, അല്ലാതെ അവരോടുള്ള ദേഷ്യം കാണിക്കാനോ അവരോടുള്ള വൈരാഗ്യം തീർക്കാനോ എനിക്ക് അതിന് ലാഭം കിട്ടണമെന്നോ എനിക്ക് നഷ്ടം ഉണ്ടാവുമെന്നൊന്നും ചിന്തിച്ചൊന്നും എന്ത് ചെയ്യണ്ട, ഞാൻ ജയിക്കണേന്നൊന്നും ചിന്തിച്ച് നീ യുദ്ധം ചെയ്യണ്ട. നീ എന്ത് വേണം, നിന്റെ ഡ്യൂട്ടി, നിന്റെ ഉത്തരവാദിത്തമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മാത്രം ചിന്തിച്ച് യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. അപ്പൊ നിനക്ക് എന്തുണ്ടാവില്ല, പാപമേൽക്കേണ്ടി വരില്ല എന്നിവിടെ പറയാനൊരു ഭഗവാൻ അർജുനനോട്. അപ്പൊ നീ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നീ എന്താലോചിച്ച് ചെയ്യണം, നിനക്ക് വേണ്ടി ചെയ്യരുത്, കാരണം അത് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, അതെന്റെ ഒരു കടമയാണെന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പൊ ദുര്യോധനൻ എന്റെ ശത്രുവാണ്, അവരെന്നെ ചെറുപ്പത്തിലേ തൊട്ട് എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവരെങ്ങനെയെങ്കിലും എനിക്ക് തോൽപ്പിക്കേണ്ടതാണെന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മളൊരു വൈരാഗ്യ ബുദ്ധിയോടെ അല്ലെങ്കിൽ അങ്ങനെ നീ യുദ്ധം ചെയ്യാതെ അതിന്റെ ലാഭമോ നഷ്ടമോ അതൊന്നും നോക്കാണ്ട് നീ എന്ത് ചെയ്യാ, നിന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ചിന്തിച്ച് യുദ്ധം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുണ്ടാവില്ല, പാപം ഏൽക്കേണ്ടതായിട്ട് വരില്ല എന്നിവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. ഹരേ കൃഷ്ണ, മനസ്സിലാകുന്നുണ്ടോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ കൃഷ്ണ. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇനി ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഒരു ചെറിയൊരു ഇത് പറയുന്നുണ്ട്. അപ്പൊ ഈ നഷ്ടമോ ലാഭമോ യുദ്ധമത്തിലില്ല, ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തെന്നാണ് അർജുനനോട്, നിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, നിന്റെ ഒരു ഡ്യൂട്ടി ആണെന്ന് മാത്രം വിചാരിച്ച് നീ ചെയ്യുക, അതിൽ ലാഭവും നഷ്ടമൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഭഗവാൻ കൂടെ പറയുന്നത്. അത് എങ്ങനെയായിരിക്കണം, ഭഗവാന് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു പ്രവൃത്തി പോലും എന്താണ്, ഭഗവാന്റെ കാരുണ്യം ലഭിക്കുക. അതിനിവിടെ നമ്മൾ കണ്ടൊരു പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ ആര്, അണ്ണറക്കണ്ണനാ ഇരിക്കുന്നത് അല്ലെ. അതെന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും. ശ്രീരാമചന്ദ്രൻ സേതുബന്ധന സമയത്ത് അണ്ണാറക്കണ്ണൻ എന്താ ചെയ്തത്, തന്നെ കൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്ത് സഹായിക്കുകയാണ് ചെയ്തത് ശ്രീരാമചന്ദ്രനെ. ആ സമയത്ത് കടലില് എന്താണ് എല്ലാവരും അത് സേതുബന്ധനം ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അണ്ണറക്കണ്ണൻ എന്താ ചെയ്യുന്നത്, കടലിൽ പോയിട്ട് മുങ്ങി കരയ്ക്ക് വന്നിട്ട് മണ്ണിൽ കിടന്നുരുളും, എന്നിട്ട് വീണ്ടും ആ സമുദ്രത്തിൽ പോയിട്ട് മുങ്ങുമ്പോ തന്നെ കൊണ്ടാവുന്ന പോലെ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അതിന് വേണ്ട പ്രതിഫലം, ആ അണ്ണറക്കണ്ണൻ ചെയ്ത പ്രവൃത്തി അത്രയും തന്നെ കൊണ്ടായത് ചെയ്യാന്ന് പറയില്ലേ, ആ ചെയ്യുന്നതിന് ഭഗവാൻ എന്താ ചെയ്യണം, ആ കാരുണ്യം ഭഗവാൻ അത് ആർക്കാണ്, അണ്ണാറക്കണ്ണന്
പ്രതിഫലം നൽകുന്നുണ്ട്, അതിന് കാരുണ്യം കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും, ചെറിയൊരു പ്രവൃത്തി ചെയ്താൽ പോലും ഭഗവാൻ അതിന്റെ കാരുണ്യം നമുക്ക് ചൊരിയാണ്. ഭഗവാൻ അതിനുള്ളൊരു നമുക്കൊരു ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് അതിന് തിരിച്ച് പ്രതിഫലം നൽകുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, നീ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് നീ യുദ്ധം ചെയ്യണ്ട, നീ നിന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് മാത്രം ചിന്തിച്ചത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാ. നീ ചെയ്യുന്നതെല്ലാം എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അതിന് ലാഭമോ നഷ്ടമോ ഒന്നുമില്ല, അതിന് തക്കതായ പ്രതിഫലം നിനക്ക് ലഭിക്കും എന്നാണ് ഇവിടെ ആര് പറയുന്നത്, ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ചെറിയ കാര്യങ്ങളായാൽ പോലും അതിൽ ലാഭമോ നഷ്ടമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു മുന്നേറ്റമായിട്ടുള്ളതും ചെറിയൊരു പ്രവൃത്തി ചെയ്താലും അതിന് നമുക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടും. അതിവിടെ ചെറിയൊരു എലിനെ കാണുന്നില്ല ഇവിടെ, ആ എലി ഒരു ചെറിയുടെ പഴം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ചപ്പോ എലി വിചാരിച്ചു അതും ഒരു പഴമാണെന്ന് വിചാരിച്ചിട്ട് ചെന്ന് നെയ്വിളക്കായിരുന്നു, ആ നെയ്വിളക്കിൽ കൊണ്ട് മുഖം അമർത്തു. അപ്പൊ എന്താ, നെയ്വിളക്ക് മറിഞ്ഞ് ആ എലി എന്താണ്, എലിയുടെ ഫുള്ള് വെന്ത് പോകാണ് ചെയ്യണം. അപ്പൊ ആ വേവുമ്പോ അത് ആ മരണവെപ്രാളത്തിൽ അതെന്താണ്, ആ ഭഗവാനെ ചുറ്റും അത് പ്രദക്ഷിണം വെക്കും. അത് സത്യത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവൃത്തിയല്ല, ആ മരണവെപ്രാളത്തിൽ ചെയ്താണ്. പക്ഷെ ഭഗവാൻ എന്താണ്, കാരുണ്യം കാണിക്കാണ് അവിടെ. കാരണം അറിയാണ്ട് പോലും ഭഗവാനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പോലും ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്ന പറയുന്നത്. അപ്പൊ അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. അപ്പൊ അർജുനനോട് തന്നെ പറയുന്നത്, നീ ചെയ്യുന്ന പ്രവർത്തികള് നീ ഇതൊന്നും ചിന്തിക്കാതെ എങ്ങനെ ചെയ്യാ, നിന്റെ ഒരു ഉത്തരവാദിത്തം മാത്രമാണെന്ന് ചിന്തിച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തക്കതായ പ്രതിഫലം അതിൽ നിന്ന് ലഭിക്കുന്ന പറയണത്. പിന്നെ വ്യവസായാത്മിക ബുദ്ധി രേഖേഹ കുരു നന്ദന ബഹുശാഖ ഹന്യന്താശ ബുദ്ധയോ വ്യവസായിനാം. ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്, ലക്ഷ്യവും ഒന്നു മാത്രം. കുരുനന്ദന, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. അപ്പൊ ഇങ്ങനെ ഭഗവാനെ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നവരുടെ ബുദ്ധി എപ്പോഴും എങ്ങനെയാണ്, അവർക്ക് ഓരോരോ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അവരുടെ എല്ലാവരും നിശ്ചയദാർഢ്യത്തിലുള്ളവരായിരിക്കും. അവര് ഒരേ ഒരു ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കാന്ന് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം ഉണ്ടാകുന്നത്. അപ്പൊ അവരുടെ ബുദ്ധിയും അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ ദൃഢനിശ്ചയം ഇല്ലാത്തവരാണെങ്കിലോ അവർക്ക് ഏത് വഴിക്ക് പോകണം എന്ന് അവർക്കറിയില്ല. അവര് കുറെ ഇപ്പുറത്തേക്ക് പോയി നോക്കും, കുറെ ഇങ്ങോട്ട് പോയി നോക്കും. പക്ഷെ അവരൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനായിട്ട് അവര് സമയമെടുക്കും. നമ്മളിപ്പോ പറഞ്ഞു, നമ്മള് ശരിക്കും പറഞ്ഞ എല്ലാവരും എന്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മൾ എന്തോ തേടിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെ. അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പല ഗ്രൂപ്പുകളിൽ പല കാര്യങ്ങൾ ഇങ്ങനെ ആത്മീയായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ അതിലേക്ക് കയറുന്നത്. എന്തിനാണ്, നമ്മൾ എന്തോ തേടുന്നു, അത് നമുക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പല കാര്യങ്ങളും നോക്കി ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും ഇതാണ് എന്റെ വഴി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോഴാണ് നമ്മളെ നിശ്ചയദാർഢ്യം വരുന്നത്. അതായത് നമുക്ക് ആ ലക്ഷ്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് തോന്നാണ് ഇത് ഞാൻ ആഗ്രഹിച്ച എന്തോ ഒരു സംഭവം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും. അതല്ലെങ്കിലോ നമ്മൾ ആ കിട്ടുന്നവരെ നമ്മൾ ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളുടെ ബുദ്ധി അങ്ങനത്തെയാണ്, നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ പല പല രീതിയിൽ നമ്മളിങ്ങനെ പല ശാഖകൾ കൂടെ അല്ലെങ്കിൽ പല വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നിശ്ചയദാർഢ്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഓരോരോ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, അവരുടെ വഴി ഒന്ന് തന്നെ ആയിരിക്കും എന്ന് പറയാണ് ഭഗവാൻ. അപ്പൊ അർജുനൻ ആരാണ്, നിശ്ചയദാർഢ്യമുള്ളവനാണ് ശരിക്കും അല്ലെ. കാരണം അർജുനൻ നമുക്കറിയാം, അർജുനൻ എന്താണ് ചെയ്യുന്ന സമയത്ത് അർജുനന്റെ ഗുരു ആരാണ്, ദ്രോണാചാര്യര്. ഇത് അവരെ അസ്ത്രവിദ്യയൊക്കെ അഭ്യസിക്കുന്ന സമയത്ത് ഒരു പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പ് ചെയ്യാൻ പറയുമ്പോ ആ കണ്ണ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. പിന്നെ ദ്രൗപദിയുടെ എന്താണ് സ്വയംവരം നടക്കുന്ന സമയത്തും എന്താ ചെയ്തത്, ഈ ഇതില് നോക്കിയിട്ടില്ല, താഴെ വെള്ളത്തില് കണ്ണാടിയിൽ നോക്കി വെള്ളത്തിലല്ല നോക്കിയിട്ട് മുകളിലുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ഉണ്ടായിരുന്നു, മീന ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അമ്പ് ചെയ്യാനായിട്ട് താഴെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ആർക്കാണ്, അത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതൊക്കെ ആര് ചെയ്യുന്നുണ്ട്, അർജുനൻ ചെയ്തു. ആ അർജുനനാണ് ഇപ്പൊ എന്ത് പറയണത്, ഇത്രയും വിഷമിച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിശ്ചയദാർഢ്യമുള്ളവർക്ക് ഇതൊരു പ്രോബ്ലം ഉണ്ടാവില്ല, ഇത് ചെയ്യാൻ സാധിക്കുന്ന ആൾ ആര് വിശ്വാസം കൊടുക്കാണ് ഇവിടെ, അർജുനന് കൊടുക്കാണ്. പിന്നെന്താ പറയണത്, ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ ബഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗനാവിധീയതേ. പിന്നെ ഭൗതിക ഐശ്വര്യങ്ങളിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവ്വം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. അപ്പൊ ഒന്നും കൂടി എന്താ പറഞ്ഞു കൊടുക്കുന്നത്, ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്ക്, നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വേണം, സുഖങ്ങൾ അനുഭവിക്കാൻ വേണം, അതിൽ ഭയങ്കര അത്യാഗ്രഹം ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത്. കാരണം ഭഗവത് സേവനം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കും? നമുക്ക് അത് കിട്ടണം, നമുക്ക് അത് വേണം, നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ആഗ്രഹിച്ചും അതിന് നമ്മളെ മനസ്സ് ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനം നടത്താനുള്ള ആ ഒരു നിശ്ചയദാർഢ്യം നമ്മളില് ഉണ്ടാകുന്നില്ല. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്? കുറെ ആഗ്രഹങ്ങളുള്ളതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കൊന്നും സ്ഥിരമായിട്ട് ശരിയായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ധ്യായേതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗസംജായതേ കാമ കാമാത് ക്രോധാഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉണ്ടാകുന്നു. ഇനി ഈ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ പ്രത്യേകത എന്താണ്? അങ്ങനെ ചിന്തിച്ചുണ്ടാവുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര ആസക്തി വരും. ആസക്തി ഉണ്ടാവുമ്പോൾ നമുക്ക് കാമം വരും. കാമത്തിൽ നിന്ന് നമുക്ക് ക്രോധം വരും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഭയങ്കര ആസക്തി ഉണ്ടാവും. അപ്പൊ നമുക്കത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരും. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? പിന്നെ ദേഷ്യമാണ് വരുന്നത്. നമുക്ക് അത് നടക്കാണ്ടാവുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമുക്ക് കാണുന്നവരോട് ദേഷ്യം വരും, നമ്മളോട് സംസാരിക്കുന്നവരോട് ദേഷ്യം വരും, നമുക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ളൊരു ആഗ്രഹം നടക്കുന്നില്ല നമുക്ക്. അപ്പൊ ആ ആഗ്രഹങ്ങളാണ് നമുക്ക് എന്തിലേക്ക് എത്തിക്കുന്നത്? ഈ ദേഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോ ഒരു കാറ് മേടിക്കണം വിചാരിക്കുകയാണ്, നമുക്കിപ്പോ നല്ലൊരു വണ്ടി മേടിക്കണം, പക്ഷെ നമ്മളിൽ അതിനുള്ള പൈസ ഇല്ല. പക്ഷെ നമ്മളെ ഉള്ളിലായി ആഗ്രഹം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ വണ്ടി ഉള്ളവരോട് കാണുമ്പോൾ ദേഷ്യം വരും, നമ്മളെ ചുറ്റുമുള്ളവരോട് ദേഷ്യം വരും. അതായത് നമ്മളെ ഉള്ളില് ആ ആഗ്രഹം കൊണ്ടാണ് നമുക്ക് എന്തൊക്കെ വരുന്നത്? ആ ഒരു ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ല. നമ്മളിപ്പോ ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ചെയ്യണമെങ്കിൽ എന്താണ്? നമുക്ക് അവിടെ എന്തായാലും വിരോധമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സംഭവമില്ല. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ കൂടുമ്പോൾ നമ്മളുടെ അറിയാതെ എന്ത് വരാണ്? നമ്മളെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി ആ ക്രോധത്തിൽ എന്ത് സംഭവിക്കും? ക്രോധാത് ഭവന്തി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധം വന്നാൽ എന്ത് സംഭവിക്കുക? ക്രോധത്തിൽ നിന്ന് സമ്മോഹം. സമ്മോഹം എന്ന് വെച്ചാൽ എന്താണ്? സമ്മോഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാമോഹം. നമുക്ക് ശരി ഏതാണ് തെറ്റേതാണെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോ നമുക്ക് കണ്ണ് കാണാൻ സാധിക്കില്ല എന്ന് പറയില്ലേ? അതേപോലെ അപ്പൊ ക്രോധം വരുമ്പോ ക്രോധത്തിൽ നിന്ന് നമുക്ക് എന്ത് വരും? സമ്മോഹം വരും. സമ്മോഹത്തിൽ നിന്നോ ഓർമ്മപ്പിഴവ് വരും. ഓർമ്മപ്പിഴയിൽ നിന്ന് എന്ത് വരും? ബുദ്ധിനാശം വരും. ബുദ്ധിനാശത്തിൽ നിന്ന് സർവനാശം, ഭൗതികതയിലെ കയത്തിലേക്ക് വീണ് നാശം സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഓർമ്മപ്പിഴവ് വരും, പിന്നെ ബുദ്ധിനാശം വന്ന് സർവനാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? നമുക്ക് ആഗ്രഹം വരും, കാമം വരും, പിന്നെ ക്രോധം വരും. ക്രോധത്തിൽ നിന്ന് നമുക്ക് സമ്മോഹം വരും. സമ്മോഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് വരുന്നത്. സമ്മോഹം എന്ന് പറഞ്ഞാൽ വ്യാമോഹം. അതായത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് വരുന്നത്? ഓർമ്മപ്പിഴവ് വരുന്നത്. ഓർമ്മപ്പിഴയിൽ നിന്ന് നമുക്ക് ബുദ്ധിനാശം, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ സർവനാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ കാരണം എന്താണ്? ബേസിക് ആയിട്ട് നമ്മളുടെ ഒരു ആഗ്രഹം. നമുക്ക് ഓരോന്നിനോടുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ അതിലേക്ക് എത്തിക്കുന്നത്. ക്രോധം വന്നിട്ട് നമുക്ക് പിന്നെ ശരിയും തെറ്റ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളെ ബുദ്ധി നശിക്കുന്ന പോലെയാകും. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? സർവനാശം സംഭവിച്ച് ഭയത്തിലേക്ക് വീഴാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രഷർ കുക്കർ പോലെ നമ്മൾ എന്താണ്? പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താണ് ചെയ്യുന്നത്. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനീന്ദ്രിയൈശ്ചിരൻ ആത്മവൈശ്യർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കും. അപ്പൊ ഈ രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട്, രാഗദ്വേഷം എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്മളുടെ ഈ ആഗ്രഹങ്ങള്, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ നമ്മൾ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ വിമുക്തനായിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ, നമ്മളെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായി ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. കാരണം ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ഒന്നിനോടും അത്യാഗ്രഹം ഉണ്ടാവില്ല. നമുക്കത് വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ലഭിക്കാണ്? ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. കാരണം നമുക്കൊരു വിഷയത്തിനോട് നമുക്കൊരു ആസക്തി ഉണ്ടാവില്ല. നമുക്കത് കിട്ടിയാലും വിരോധം ഉണ്ടാവില്ല, കിട്ടിയില്ലെങ്കിലും വിരോധം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവുന്നില്ല? നമുക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. അപ്പൊ ശ്രീല പ്രഭുപാദർ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം.
നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തിരശാന്തസ്യ കുതഃ സുഖം. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? അപ്പൊ നമുക്ക് ഈ ഉറച്ച ബുദ്ധി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യണം. ഭഗവാനായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ശാന്തി കിട്ടുന്നുള്ളൂ. കാരണം കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഈ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകും, നമ്മൾ ചുറ്റുപാടുള്ളവരെ കുറിച്ച് നമുക്ക് മനസ്സിലാകുമ്പോ നമ്മളെല്ലാം ഭഗവാനായിട്ട് സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഭാവമായിട്ട് നമുക്ക് മാറും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? ശാന്തി കിട്ടുന്നുള്ളൂ. കാരണം നമ്മള് ഭഗവത്ഗീതയിൽ തന്നെ ഒരു ശ്ലോകം പറയുന്നുണ്ട്, 5-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ്? എല്ലാത്തിന്റെയും ഉടമ ആരാണ്? ഭഗവാനാണ്. എല്ലാതും ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാതും ആർക്ക് സമർപ്പിക്കേണ്ടതാണ്? ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. നമ്മളെല്ലാം അത് ഉപയോഗിക്കുന്നത് ഭഗവാന്റെ അനുവാദത്തോടെ കൂടിയായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകുന്നുള്ളൂ? ശാന്തി സമാധാനം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ എല്ലാവരുടെ സുഹൃത്താണ്, അഭ്യുതകാംക്ഷിയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ്? നമ്മളുടെ ഈ പ്രോബ്ലം നമ്മളെ സോൾവ് ആകും. കാരണം ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് ചെയ്യുന്നത്, നമ്മൾ ശ്വസിക്കുന്ന ഒരു ശ്വാസം പോലും ഭഗവാന്റെ കാരുണ്യാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവില്ല അവിടെ? നമുക്ക് ഓരോന്നിനോടുള്ള ഒരു ആഗ്രഹം നമുക്ക് കുറയും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ ദേഷ്യം കുറയും, ക്രോധം കുറയും സ്വാഭാവികമായിട്ട്. അപ്പൊ നമുക്ക് സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ശരണം പ്രാപിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സമാധാനം ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? തസ്മാദസ്യ മഹാബാഹോ, താന്നും കൂടി ഉണ്ട് കേട്ടോ അവിടെ. തസ്മാദസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എന്ന് വെച്ചാൽ ആരാണ് പറയുന്നത്? കൈക്കരുത്തുള്ളവനെ അർജുനനോട് പറയാണ്. ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിയുന്ന ആളെ നമുക്ക് എന്തെന്ന് പറയാം? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക. ഇന്ദ്രിയങ്ങള് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങള് നമ്മളുടെ സന്തോഷത്തിന് ഉപയോഗിക്കാത്ത, ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്തെന്ന് പറയാം? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് സ്ഥിതപ്രജ്ഞൻ. അതായത് നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങള് നമുക്ക് വേണ്ടി ഉപയോഗിക്കാതെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുക. കാരണം എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാന്റെ കാരുണ്യം ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ദ്രിയങ്ങള് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ, അതിന് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് എന്ത് പറയാം? സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിയും. അപ്പൊ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് ആര്? സ്ഥിതപ്രജ്ഞൻ. അപ്പൊ ഇന്ദ്രിയങ്ങളെ കൃഷ്ണന്റെ അതീന്ദ്രിയ സേവനത്തിൽ നിയോഗിക്കുക അഥവാ കൃഷ്ണാവബോധത്തിൽ മുഴുകുക വഴി മാത്രമേ ഒരാൾക്ക് ഇന്ദ്രിയ സുഖാവേശം നിയന്ത്രിക്കാൻ കഴിയൂ. അപ്പൊ ഇന്ദ്രിയം നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാന്റെ സേവനത്തില് മുഴുകിച്ചാൽ മാത്രമേ. ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിന് ഒട്ടും നിർദ്ധരിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളെ കണ്ണ് ചുറ്റുപാടുള്ളത് കണ്ടുകൊണ്ടിരിക്കും, നമ്മളെ ചെവി ചുറ്റുമുള്ളത് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇന്ദ്രിയങ്ങളെ ഒന്നും ചെയ്യാതെ എൻഗേജ് ചെയ്യാതെ ഇരുത്താൻ പറ്റില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ല വഴി എന്താണ്? ഭഗവാന്റെ കാര്യങ്ങൾക്ക് അതിനെ എൻഗേജ് ചെയ്യിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ശത്രുക്കളെ ഒതുക്കുന്നത് കൂടുതൽ ശക്തി കൊണ്ടാണല്ലോ. ഇന്ദ്രിയങ്ങൾ മനുഷ്യ പ്രയത്നം കൊണ്ട് ഒതുക്കാനാവില്ല. അതിന് ഭഗവത് സേവനത്തിൽ എപ്പോഴും ഏർപ്പെടുത്തുക മാത്രമാണ് ഉപയോഗം. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചുറ്റുള്ളത് കേട്ടോണ്ടിരിക്കും. നമ്മളത് ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാനോ ക്ലാസ്സുകൾ കേൾക്കാനോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുറച്ചു നേരം ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അറിയാതെ ശ്രദ്ധിച്ചു പോകും. കണ്ണുകള് നമ്മൾ ഇതേപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ വായിക്കാനും പഠിക്കാനും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇന്ദ്രിയങ്ങളെ ഭഗവാനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാം. അതല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ല വഴി എന്നാണ് പറയുന്നത്. കൃഷ്ണാവബോധം കൊണ്ട് വേണം സ്ഥിതപ്രജ്ഞനാകാനെന്നും വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ് ഈ കലയെന്നും അറിയുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ മുക്തിക്ക് യോഗ്യനാവാൻ
യോഗ്യനായവനെന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് കൃഷ്ണാവബോധത്തിലൂടെ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണാവബോധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മളെല്ലാ സമയത്തും നമ്മൾ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഭഗവാന് വേണ്ടിയിട്ടെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുരുവിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഗുരുവിന്റെ പരിശീലനത്തിലൂടെ ആ ഗുരുവിൽ നിന്ന് നമുക്ക് ബോധിച്ചറിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്താണ്? മുക്തിക്ക് യോഗ്യനായവനെന്ന് വിളിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സാധകനാണ് ആ വ്യക്തി എന്ന് പറയാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇത്തിരി സ്പീഡിൽ ഓടിപ്പോണ്ടി ഒന്ന്, ലാസ്റ്റ് 7:10 സമയം, ലേറ്റ് ആവല്ലേ? ഹരേ കൃഷ്ണ. മനസ്സിലായോ? മനസ്സിലായി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഫസ്റ്റത്തെ പരമാത്മാ സാക്ഷാത്കാരത്തിന്റെ 3 ഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു? പരമാത്മാ സാക്ഷാത്കാരത്തിന്റെ ആത്മസാക്ഷാത്കാരത്തിന്റെ 3 ഭാവങ്ങള് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ശരീരം, പരമാത്മാവ്, ഭഗവാൻ. അതെ, എന്താണ്? ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ അല്ലെ? അപ്പൊ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രകാശത്തിൽ ലയിക്കുന്നത്, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചതുർഭുജ രൂപത്തിലുള്ള ഭഗവാനിൽ ലയിക്കുന്നത്, പിന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ ലയിക്കുക. മനസ്സിലായല്ലോ? അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ 3 ഭാഗങ്ങൾ. പിന്നെ ഭഗവാൻ എന്ന് വാക്കിനെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വൈരാഗ്യം. 5-6 പോയിന്റുകൾ കിട്ടിയല്ലോ. അത് ആരാണ് പറഞ്ഞത്? അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്ന ശ്ലോകം ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്പർ ഏതാണ്? ശ്ലോകം ഏതാണെന്ന്? 7ാമത്തെ ശ്ലോകം. 7ാമത്തെ ശ്ലോകം. കർപ്പണ്യോപഹതസ്വഭാവഃ പൃച്ഛാമി ത്വം ധർമ്മ സമ്മൂഢഛേദ യശ്രേയസാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വം പ്രപന്ന. അപ്പൊ അർജുനന് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ് അർജുനൻ, അല്ലെ? ശ്ലോകം 2:13 എന്തിനെ കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്? അതിനുള്ള ആൻസർ അതെ, എന്താണ് ശ്ലോകം? ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനേശ്വര. അല്ലേ 13ാമത്തെ ശ്ലോകം? അതെ. അപ്പൊ ആത്മാവിനെ കുറിച്ചാ പറഞ്ഞത്, അല്ലെ? ആത്മാവിന് ശരീരസ്ഥനായ ആത്മാവും മരണമില്ല. ഒരു ശരീരത്തിൽ നിന്ന് മറ്റു ശരീരത്തിലേക്ക് മാറി മാറി ഉണ്ടാവില്ല, നാശം സംഭവിക്കുന്നു. അതായത് അപ്പൊ 13 എന്താ പറയണത്? ശരീരം കൗമാരത്തിന്ന്, ബാല്യത്തിന്ന്, യൗവനത്തിന്ന്, വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. പക്ഷെ ആത്മാവിന് മാറ്റമില്ലാതെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കാതെ വരുമ്പോ വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആത്മാവിനെ കുറിച്ചാണ് നമ്മളടുത്ത് ആ ശ്ലോകത്തില് പറഞ്ഞു തന്നിരിക്കുന്നത്. ഭൗതിക ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? പഞ്ചഭൂതങ്ങൾ. ജലം, വായു, ഭൂമി, ആകാശം. ജലം കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ജീവാത്മാക്കൾ എത്ര തരം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 84 ലക്ഷം. 84 ലക്ഷം ജീവാത്മാക്കൾ. 84 ലക്ഷം മനുഷ്യൻ. 84 ലക്ഷത്തില് മനുഷ്യർ എത്ര തരം ഉണ്ടെന്ന് അറിയോ? അതില് 4 ലക്ഷം. മനുഷ്യരാണ് അതില്. 4 ലക്ഷം. നമ്മുടെ അനുസരിച്ച് 4 ലക്ഷം. പിന്നെ 2:14 ശ്ലോകത്തിൽ അർജുനൻ പറയുന്ന യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ഏത് കാരണത്തിനുള്ള ഉത്തരാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്? ഭൗതിക സുഖദുഃഖങ്ങളെ സഹിക്കാൻ പഠിക്കണം. മാത്രാസ്തു കൗന്ദര്യ ശീതോഷ്ണ സുഖദുഃഖ. സുഖദുഃഖങ്ങളെ നമ്മള് സഹിക്കാൻ പഠിക്കണം. അനുഭൂതികളിൽ നിന്നുണ്ടാവും. തരണം ചെയ്യാനും നമ്മൾ സഹിക്കാൻ പഠിക്കണം എന്നാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞത്. നമ്മള് കുറെ വിഷമിക്കേണ്ട ആവശ്യമില്ല, കുറെ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാണ് ഭഗവാൻ. ആത്മാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആത്മാവ് നശിക്കുന്നില്ല, മരണമില്ല. ശരീരത്തിലേക്ക് മാറുന്നു.
ഒരു ശരീരത്തിൽ ഒരു ശരീരം ആയിരം കൊണ്ട് ഉണ്ടാകുമ്പോൾ മുറിക്കാൻ അടുത്ത പറ്റുന്നില്ല. ശരീരം ആത്മാവ് സ്വീകരിക്കുന്നു. അപ്പൊ ആത്മാവിനെ വെള്ളത്തുകൊണ്ട് ഒരിക്കലും നനയ്ക്കാൻ സാധിക്കില്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ സാധിക്കില്ല, കത്തിക്കാൻ കാറ്റിനെ പറ്റില്ല. ആയുധം കൊണ്ട് മുറിക്കാൻ പറ്റുന്നില്ല. ആ, മുറിക്കാൻ പിന്നെ ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല. അതൊരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിത്യവും ചെയ്യുന്നത്, ശാശ്വതം അല്ലേ? പിന്നെ അത് പഴയ അജനാന വസ്ത്രം ധരിച്ചു. ശാശ്വതനാണ്. അതിനൊരിക്കലും ജനന മരണങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല, അല്ലെ? ആത്മാവിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അപ്പൊ നമ്മളെ ശരീരം മാത്രമേ, ഇപ്പൊ നമ്മൾ മരണപ്പെടും, നമ്മളെ ശരീരം നശിച്ചു പോകും, നമ്മൾ ആത്മാവ് എന്ത് ചെയ്യും? ആത്മാവിന് ഒരിക്കലും ശുദ്ധി സംഭവിക്കുന്നില്ല. അതെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ മാതാജി. ഈ സ്വർഗം എന്നുള്ള സങ്കല്പം സനാതന ധർമ്മത്തിലുണ്ടോ? സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ 14 ലോകങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങള്, ഉപരിലോകങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിൽ ഇന്ദ്രന്റെ ലോകം സ്വർഗലോകം എന്നല്ല നമ്മൾ പറയുന്നത്. സെമിറ്റിക് മതങ്ങൾക്കല്ലേ അങ്ങനെ പറയാ, സ്വർഗവും നരകവും എന്നൊക്കെ പറയണത്? അവർക്കല്ലേ അങ്ങനെ പറയുക കൂടുതലും? നമ്മൾ ലോകങ്ങൾ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ അതിൽ പറഞ്ഞപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഭൂമി ലോകം ഉണ്ടല്ലോ, അതേപോലെ തന്നെ സ്വർഗലോകമുണ്ട്, നരകലോകമുണ്ട്, ഭൂലോകമുണ്ട്, അങ്ങനെ പറയില്ലേ നമ്മള്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓ ശരി ശരി. അല്ലാതെ നമ്മളിപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് നമ്മൾ സ്വർഗത്തിൽ പോകും, നിങ്ങൾ നരകത്തിൽ പോകും, അതല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു 7-8 അധ്യായം വരുമ്പോ നമ്മൾ അത് പറയുന്നുണ്ട്, ശരിക്കും ഓരോ ലോകങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് കുറച്ചും കൂടി. അതലം വിതലം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുകളിലേക്കുള്ളത്. പിന്നെ സത്യലോകം പറഞ്ഞ പോലെ അത്തലം, ഫിതല, സത്തല, പാത്താല, തലാത്തല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലോകങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കുമ്പോ അത് ക്ലിയർ ആവും മാതാജിക്ക് കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. സമ്മോഹം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വ്യാമോഹം. വ്യാമോഹം ഒന്നുകൂടി ക്ലിയർ ആക്കാലോ. വ്യാമോഹം എന്ന് വെച്ചാൽ എന്താണ്? ഏതാ ചെയ്യണെന്ന് അറിയില്ല. ശരിയും തെറ്റും ബുദ്ധിനാശം, പിന്നെ സർവനാശം. അതായത് വ്യാമോഹം എന്ന് വെച്ചാല് ശരിയും തെറ്റും മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയാതെ വരിക, കഴിയാത്തൊരവസ്ഥയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ വ്യാമോഹം എന്ന് പറയാം, അല്ലെങ്കിൽ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ചിലർ കണ്ടിട്ടില്ലേ, ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരെന്താ പ്രവർത്തിക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലാവില്ല, അല്ലെ? ആ ഒരു അവസ്ഥ എത്തുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു സമൂഹം വരാണത്. കാരണം അതാണ് പറഞ്ഞത്, ശരി എന്താണ് തെറ്റാണെന്ന് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ. സ്ഥിതപ്രജ്ഞൻ ആരാണ്? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവരുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ളവൻ. നമുക്ക് എന്തെന്ന് പറയാം? സ്ഥിതപ്രജ്ഞൻ. അപ്പോ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ സാധിക്കുന്ന വ്യക്തിയെ നമുക്ക് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അധ്യായത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്?